സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്ന ദൈവത്തിന്റെ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ എന്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. അല്പസമയത്തെ ദൈവവചന ചിന്തയ്ക്കായി ഒരു ദൈവവചന ഭാഗം വായിക്കുന്നു. എബ്രായ ലേഖനം 12-ാം അധ്യായം അതിന്റെ 22, 23, 24 വാക്യങ്ങൾ. പിന്നെയോ സിയോൻ പർവ്വതത്തിനും ജീവനുള്ള ദൈവത്തിന്റെ നഗരമായ സ്വർഗീയ യെരൂശലേമിനും അനേകായിരം ദൂതന്മാരുടെ സർവ്വസംഘത്തിനും സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്ന ആദിജാതന്മാരുടെ സഭയ്ക്കും എല്ലാവരുടെയും ദൈവമായ ന്യായാധിപതിക്കും സിദ്ധന്മാരായ നീതിമാന്മാരുടെ ആത്മാക്കൾക്കും പുതിയ നിയമത്തിന്റെ മധ്യസ്ഥനായ യേശുവിനും ഹാബേലിന്റെ രക്തത്തേക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാക രക്തത്തിനും അടുക്കലേക്ക് അത്രേ നിങ്ങൾ വന്നിരിക്കുന്നത്. പ്രൈസലോ. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല തിരുവഴുത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നാം ചിന്തിക്കുന്ന വചനം ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാക രക്തം, അത് യേശുക്രിസ്തുവിന്റെ രക്തമാണ്. പ്രൈസലോ. അത് നമുക്കൊന്ന് വെളിപ്പെടുത്തി തരാൻ വേണ്ടിയിട്ടാണ് ഇബ്രായലേഖനം 12-ാം അധ്യായം നമ്മൾ വായിച്ചിങ്ങോട്ട് വന്നിട്ട് 13-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അപ്പം ദൈവത്തിന്റെ വചനത്തിന്റെ ആ സാന്നിധ്യവും ദൈവവചനത്തിന്റെ ശ്രേഷ്ഠതയും നമുക്ക് മനസ്സിലാക്കി തരത്തക്ക നിലയിലാണ് വചനം ഇവിടെ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്. ഇബ്രായലേഖനം 11 വിശ്വാസത്തിന്റെ നായകന്മാരെ കുറിച്ച്, വിശ്വാസ വീരന്മാരെ കുറിച്ച് നമുക്ക് കാണാൻ കഴിയും. 12 വിശ്വാസ നായകൻ പൂർത്തി വരുന്ന യേശുവിനെ നമുക്ക് കാണാൻ കഴിയും. 13 വരുമ്പോൾ സഹോദരപ്രീതി നിലനിൽക്കട്ടെ. അങ്ങനെ വ്യത്യസ്തമായ നിലയിൽ അതിപ്രാധാന്യമായ രീതിയിലാണ് പൗലോസ് ഈ എബ്രായ ലേഖനം 1 തൊട്ട് 13 വരെയുള്ള അധ്യായങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ നാം വായിച്ച് ഈ 12-ാം അധ്യായത്തിനകത്ത് ദൈവാത്മാവ് നൽകി തന്ന ഈ ദൂത്, യേശുക്രിസ്തുവിന്റെ രക്തം സകല രക്തത്തെക്കാൾ ശ്രേഷ്ഠമേറിയതാണെന്ന് വെളിപ്പെടുത്താൻ വേണ്ടി ദൈവത്തിനും പറയുന്ന സിയോൻ പർവ്വതത്തിന് ജീവുള്ള ദൈവത്തിന്റെ നഗരമായ സ്വർഗീയ യെരൂശലേമിനും അനേകായിരം ദൂതന്മാരുടെ സർവ്വസംഘത്തിനും സ്വർഗത്തിൽ പേരെഴുതിക്കുന്ന ആദിജാതന്മാരുടെ സഭയ്ക്കും എല്ലാവരുടെയും ദൈവമായ ന്യായാധിപതിക്കും സിദ്ധന്മാരായ നീതിമാന്മാരുടെ ആത്മാക്കൾക്കും പുതിയ നിയമത്തിന് മധ്യനായ യേശുവിനും ഹാബേലിന്റെ രക്തത്തെക്കാൾ. അങ്ങനെ വിവിധ നിലകളിലാണ് നമുക്ക് ആ വചനം വെളിപ്പെടുത്തി തരുന്നത്. അതിന്റെ എല്ലാ ഭാഗത്തേക്കും നമുക്ക് കടന്നു പോകാൻ സമയമില്ല, നമ്മളെല്ലാ ഭാഗവും ചിന്തിക്കുന്നില്ല. ആ വാക്യം ഞാൻ തുറന്ന് വായിച്ചു കേൾപ്പിച്ചു മാത്രം. ചിന്തിക്കുന്ന ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാരക്ത യേശുവിനെ. ഈ ലോകത്തിൽ മലിനപ്പെടാത്ത ഒരു രക്തമുണ്ടെങ്കിൽ യേശുവിന്റെ മാത്രമേ ഉള്ളൂ. യേശുക്രിസ്തു മനുഷ്യനായി ഭൂമിയിൽ 33.5 തിരുവയസ്സ് ജീവിച്ചു. യേശു ഒരേ സമയത്ത് ഇവിടെ മനുഷ്യനായിരിക്കുമ്പോൾ തന്നെ ദൈവം പൂർണ്ണ ദൈവമാണ്. അപ്പോൾ തന്നെ മനുഷ്യനായി ജീവിക്കുമ്പോൾ ഒരിക്കൽ പോലും പാപം കൊണ്ട്, പാപ സ്വഭാവം കൊണ്ട് പാപത്തിൽ വീണ് രക്തം മലിനപ്പെടാതെ വിശുദ്ധമായി കാത്തു സൂക്ഷിച്ച ഒരു വ്യക്തി ഉണ്ടെങ്കിൽ, ഒരു ദൈവമുണ്ടെങ്കിൽ അത് യേശുക്രിസ്തു മാത്രമേ ഉള്ളൂ. അല്ലേടി. അതാണ് ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാക രക്തം എന്നൊക്കെ നമ്മളെ വെളിപ്പെടുത്തി തരുന്നത്. അപ്പൊ യാതൊരുവിധ പ്രലോഭനങ്ങൾക്കും വിധേയപ്പെട്ടു പോകാത്ത യേശുവിന്റെ രക്തം. പ്രൈസലോ. മനുഷ്യനങ്ങനല്ല. മനുഷ്യൻ പലവിധമായ പ്രലോഭനങ്ങൾക്കകത്ത് വീണ് താങ്കളുടെ രക്തത്തെ അല്ലെങ്കിൽ അശുദ്ധമാക്കി. അപ്പൊ സകല മനുഷ്യന്റെ രക്തം അശുദ്ധമായി തീർന്നിരിക്കുന്നു എന്ന് നമ്മൾ തിരിച്ചറിയണം. പ്രൈസലോ. അപ്പൊ ഹാബേലിന്റെ രക്തം എന്ന് പറഞ്ഞ് നിലവിളിച്ചത് എന്തുകൊണ്ടാണ്? അല്ലേലിയ. പഴയ നിയമപ്രകാരം കണ്ണിന് കണ്ണ്, പല്ലിന് പല്ല്, ജീവന് ജീവൻ, രക്തത്തിന് രക്തം എന്നൊക്കെയായിരുന്നു നിയമം. അവിടെ ക്ഷമയ്ക്ക് യാതൊരു സ്ഥാനവും ഉണ്ടായിരുന്നില്ല എന്ന് നമ്മൾ പഴയ നിയമങ്ങളൊക്കെ വായിക്കുമ്പോൾ കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഹാബേലിന്റെ രക്തം തന്റെ സഹോദരനോട് പ്രതികാരം ചെയ്യുവാനായി പറഞ്ഞിരിക്കാം. അങ്ങനെയാണോ നിലവിളിച്ചത് എന്ന് നമുക്കറിയില്ല. വേദപുസ്തകം രേഖപ്പെടുത്തിയില്ലെങ്കിലും ഹാബേലിന്റെ രക്തം ഭൂമി നിലവിളിക്കുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. പ്രൈസലോ. എന്നാൽ പൗലോസ് എബ്രായ ലേഖനത്തിലേക്ക് വരുമ്പോൾ നമുക്ക് വെളിപ്പെടുത്തി തരുന്ന വചനം ഹാബേലിന്റെ രക്തത്തിന്റെയും യേശുവിന്റെ രക്തത്തിന്റെയും ആ വ്യത്യാസം നമുക്ക് വെളിപ്പെടുത്തി തരികയാണ്. അല്ലേലിയ. അപ്പൊ യേശുവിന്റെ രക്തം ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്നു എന്ന് എബ്രായ ലേഖനം 12:20 നമ്മൾ വായിച്ചത്. പ്രൈസലോ. അപ്പൊ യേശുവിന്റെ രക്തം അല്ലേ സംസാരിക്കുന്നു എന്ന്. പ്രൈസലോ. അതേപോലെ കഴിഞ്ഞ 2024 വർഷമായിട്ട് യേശുക്രിസ്തുവിന്റെ രക്തം സംസാരിച്ചു കൊണ്ടിരിക്കുന്നു.
ദൈവം അയക്കപ്പെടുന്ന ദൈവത്തിന്റെ ദാസ്യദാസന്മാർ ഓരോ ഭവനങ്ങളിലും ഗ്രാമാന്തങ്ങളിൽ കടന്ന് ഭവനങ്ങൾ തോറും കയറിയിറങ്ങി തിരുക്കോണുകളിലും പട്ടണങ്ങളിലും ഒക്കെ നിന്നായി സുവിശേഷം വിളിച്ചു പറയുമ്പോൾ, ദൈവത്തിന്റെ വചനം വിളിച്ചു പറയുമ്പോൾ, പാപികളുടെ മാനസാന്തരത്തിലുള്ള രക്ഷയുടെ സന്ദേശം വിളിച്ചു പറയുമ്പോൾ, ഹല്ലേലൂയ, ഹാബീലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന യേശുക്രിസ്തുവിന്റെ രക്തത്തിന്റെ ശക്തിയാണ് അവിടെ വെളിപ്പെടുന്നത്. ആ വചനമാണ് അവിടെ വെളിപ്പെടുന്നത്. അപ്പം യേശുക്രിസ്തുവിന്റെ രക്തത്തിന് മാത്രമേ ഒരു മനുഷ്യനെ ശുദ്ധീകരിക്കാൻ കഴിയുകയുള്ളൂ എന്ന് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന ശ്രോതാവേ, താങ്കൾ മഹാപാപിയായ മനുഷ്യന് സ്തോത്രം. മഹാപാപിയായ നിങ്ങളുടെ ജീവിതത്തിനകത്തൊരു മാനസാന്തര അനുഭവം വന്ന് നിങ്ങളുടെ പാപത്തിന്റെ കറകളെ കഴുകി എടുത്ത് ശുദ്ധീകരിച്ച് ദൈവത്തോട് ചേർന്ന് നിൽക്കണമെങ്കിൽ, പുതിയ യെരൂശലേമിന്റെ ഭാഗമായി മാറണമെങ്കിൽ നിങ്ങൾക്കൊരു ശുദ്ധീകരണം ആവശ്യമാണ്. പ്രൈസ് ദി ലോർഡ്. എന്താണ് ഗുണകരമായി സംസാരിക്കുന്ന രക്തം എന്നൊക്കെ നമ്മൾ വായിച്ചത്? ആ ഭാഗം നമുക്ക് വായിക്കും കാണാനുണ്ട്. ഭൂമിയിലെ ആദ്യ രക്തസാക്ഷിയായ ഹാബീലിന്റെ രക്തം പ്രതികാരത്തിനായി നിലവിളിക്കുന്നുവെന്ന് വേദഭാഗങ്ങളിലൊക്കെ നമുക്ക് ചിന്തിക്കാൻ കഴിയും. ഹല്ലേലൂയ. എന്നാൽ യേശുവിന്റെ മരണസമയത്ത് ഹല്ലേലൂയ സ്തോത്രം, ഇവരോട് ക്ഷമിക്കണമേ എന്ന് നിലവിളിച്ചു. ഹല്ലേലൂയ. അപ്പൊ യേശുവിന്റെ രക്തം ക്ഷമിക്കുമ്പോൾ ഹാബേലിന്റെ രക്തം ക്ഷമിക്കുന്നില്ല. യേശു ക്രൂശിൽ കിടക്കുമ്പോഴും, യേശുവിനെ ഒരു കൂട്ടം ജനം ആക്രമിക്കുമ്പോഴും ഉപദ്രവിക്കുമ്പോഴും, യേശുവിനെ പരിഹസിക്കുമ്പോഴും കളിയാക്കുമ്പോഴും ഒക്കെ യേശുക്രിസ്തുവിന്റെ രക്തം ക്ഷമിക്കുന്ന രക്തമാണ്. യേശുവിന്റെ രക്തത്തിൽ എന്നുള്ള ക്ഷമയുണ്ടെന്നുള്ളതാണ്. അതുകൊണ്ടാണ് യേശു ക്രൂശിൽ കിടന്നുകൊണ്ട് തന്നെ പറഞ്ഞത്, പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്നറിയാകിയാൽ ഇവരോട് ക്ഷമിക്കണമേ. അപ്പൊ യേശുവിനെ നിന്ദിക്കുന്നു, കളിയാക്കുന്നു, അപമാനിക്കുന്നു, കള്ളനെന്നും ചതിയനെന്നും ബേൽസെബൂലെന്നും കുലപാതകനെന്നും ഒക്കെ പറഞ്ഞ് ആക്ഷേപിച്ചവന്റെ മുഖത്ത് തൊപ്പി കന്നത്തടിച്ചവന് ചുരുക്ക കുടിക്കാൻ കൊടുത്ത് ഇത്രമാത്രം ആക്ഷേപത്തിലൂടെ അപമാനത്തിലൂടെ കർത്താവ് കടന്നു പോകുമ്പോൾ തന്റെ തലയിൽ അടിച്ച മുൾക്കിരീടത്തിൽ നിന്ന് രക്തം ധാരധാരയായി ഒഴുകുന്നു. തന്റെ കൈകാലുകളിലെ ആമിക്കാരിലും പാണിയാൽ തറയപ്പെട്ട ആ ഭാഗത്ത് രക്തം ഒഴുകുന്നു. ഹല്ലേലൂയ. ആമീൻ. മാത്രമല്ല, തന്റെ ശരീരമാസകലം ചാട്ടവാറുകൾ കൊണ്ട് അടിച്ച് ഉഴുത് കീറി ഹല്ലേലൂയ ആ ശരീരത്തിൽ നിന്ന് ധാരധാരയായ രക്തം ഒഴുകുമ്പോഴും തന്നെ അപമാനിക്കുന്നവരോട് കളിയാക്കുന്നവരോട് യേശു പറഞ്ഞത് ഇവരോട് ക്ഷമിക്കണമെന്നാണ്. യേശുവിന്റെ രക്തത്തിൽ എന്തുണ്ട്? ക്ഷമയുണ്ട്. എന്നാൽ മനുഷ്യന്റെ രക്തത്തിനകത്ത് ക്ഷമയില്ലെന്നുള്ളതാണ്. ലേഡി, അതുകൊണ്ടാണ് മനുഷ്യൻ പറയാറ് എന്റെ ക്ഷമ നഷ്ടപ്പെട്ടാൽ എന്നൊക്കെ പറയാറില്ലേ. മനുഷ്യന്റെ ഒരു ഭാഗമാണ് എന്റെ ക്ഷമ നശിച്ചാൽ ഞാൻ എന്തും ചെയ്യും. അപ്പൊ മനുഷ്യന് ക്ഷമ മാത്രമേ ഉള്ളൂ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദീർഘക്ഷമയുള്ളവനാണ്. അതുകൊണ്ട് ആണ് യേശു ക്രൂശിൽ വേദനയുടെ അനുഭവത്തിൽ കിടക്കുമ്പോഴും പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്നറിയാകിയാൽ ഇവരോട് ക്ഷമിക്കണമേ എന്ന് നിലവിളിച്ച് പ്രാർത്ഥിച്ചത്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയ ശ്രോതാവേ, ഹല്ലേലൂയ. നിങ്ങളുടെ ജീവിതത്തിൽ ക്ഷമയാണ് ഏറ്റവും വലുത്. പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ ജീവിതത്തിൽ ക്ഷമയുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയത്തുള്ളൂ. ഹല്ലേലൂയ. ഇവിടെ ദൈവത്തിന്റെ വചനം എന്താണെന്ന് നിങ്ങൾ തിരിച്ചറിയണം. ദൈവവചനം എന്താണെന്ന് മനസ്സിലാക്കുമ്പോഴാണ് നിങ്ങൾക്ക് മാനസാന്തരം ഉണ്ടാകുന്നത്. ഹല്ലേലൂയ. മാനസാന്തരം ഇല്ലെങ്കിൽ നിങ്ങൾ എന്തും ചെയ്യും, പറയും, പ്രവർത്തിക്കും. അതൊക്കെ നിങ്ങളുടെ ജീവിത സ്വഭാവമാണ്. അപ്പൊ യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ശ്രോതാവി, എന്നെ കേൾക്കുന്ന സഹോദര, നിങ്ങളുടെ ജീവിതത്തിനകത്തെ അശുദ്ധിയുടെ ആത്മാവാണ് നിങ്ങളിൽ പ്രവർത്തിക്കുന്നത്. അശുദ്ധിയുടെ ആത്മാവ് നിങ്ങളിൽ ഉള്ളിടത്തോളം കാലം നിങ്ങൾ അശുദ്ധമായത് മാത്രമേ ചിന്തിക്കത്തുള്ളൂ, അശുദ്ധമായത് മാത്രമേ പറയത്തുള്ളൂ. അത് നിങ്ങളുടെ കുഴപ്പമല്ല, നിങ്ങളുടെ ഉള്ളിൽ വ്യാപരിക്കുന്ന ആ പൈശാചിക ശക്തിയാണ്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ വീണ്ടെടുക്കപ്പെട്ട ദൈവജനത്തെ സംബന്ധിച്ചിടത്തോളം ഹല്ലേലൂയ, അവിടെ ദൈവവചനത്തിന്റെ സാന്നിധ്യം വെളിപ്പെടും, ദൈവമഹത്വം വെളിപ്പെടും. അവർ ക്ഷമയോടെ സംസാരിക്കാൻ തുടങ്ങും. ഹല്ലേലൂയ. അവരുടെ ജീവിതത്തിൽ ക്ഷമയുടെ അനുഭവമായിരിക്കും. ഹല്ലേലൂയ. താങ്കൾക്ക് ക്ഷമ നഷ്ടപ്പെട്ടു പോയത് കൊണ്ടാണ് താങ്കൾ ഹല്ലേലൂയ അസഭ്യമായ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടേയിരിക്കുന്നത്. രക്തം ചെയ്യും. അത് താങ്കളുടെ ജീവിതത്തിൽ മാറ്റുവാൻ യേശുക്രിസ്തുവിന് മാത്രമേ കഴിയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവിടെ ദൈവത്തിന് പറഞ്ഞത് യേശുവിന്റെ രക്തം ക്ഷമയുള്ള രക്തമാണ്. ഹല്ലേലൂയ.
ഇവിടെ നാം ദൈവത്തിന് ഹാബേലിന്റെ രക്തം പാപപരിഹാരം വരുത്തുന്നില്ല. ഹാബേലിന്റെ രക്തം എന്ന് പറയുന്നത് പാപത്തിന് പരിഹാരം വരുത്തുന്നില്ല. എന്നാൽ യേശുക്രിസ്തുവിന്റെ രക്തം പാപത്തിന് പരിഹാരം വരുത്തുന്നതാണ്. പ്രൈസ് ദി ലോർഡ്. ഏത് പാപിയെയും ശുദ്ധീകരിക്കുവാൻ, ഏത് പാപിയുടെയും പാപത്തിന് പരിഹാരം വരുത്തുവാൻ യേശുവിന്റെ രക്തത്തിന് കഴിയും. അതുകൊണ്ടാണ് എഫേസ്യ ലേഖനം 2:1 വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നത്, അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു വന്നു. അപ്പൊ മനുഷ്യന്റെ ജീവിതം എന്തായിരുന്നു? അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചവരായിരുന്നു മനുഷ്യൻ. ഹല്ലേലൂയ. മറ്റു സ്ഥലത്ത് വായിക്കുന്നത് വക്രതയും കോട്ടവുമുള്ള തലമുറ എന്നാണ്. വേദപുസ്തകത്തിൽ വായി ദോഷവും വ്യഭിചാരമുള്ള തലമുറ. ഹല്ലേലൂയ. 40-ാം സങ്കീർത്തനത്തിൽ നമ്മൾ കാണുന്നുണ്ട്, നാശകരമായ കുഴിയിലും കുഴഞ്ഞ ചേറ്റിലും കടന്ന സമൂഹം. അങ്ങനെ മനുഷ്യന്റെ ജീവിതം അങ്ങനായിരുന്നു. 1-ാം സങ്കീർത്തനം വായിക്കും, ദുഷ്ടനും പാപിയും പരിഹാസി. ഹല്ലേലൂയ. അവന്റെ നടപ്പും ഇരിപ്പും അല്ലെങ്കിൽ അവന്റെ പ്രവൃത്തി, അങ്ങനെ വിവിധ നിലകളിൽ മനുഷ്യൻ പാപത്തിൽ നിറയപ്പെട്ട് കിടന്നപ്പോൾ, മോചനമില്ലാതെ കിടന്നപ്പോൾ, സ്വസ്ഥതയില്ലാതെ കണ്ണുനീരിന്റെ നടുവിലൂടെ മനുഷ്യൻ തകർന്നുകൊണ്ടിരുന്നപ്പോൾ, ആ മനുഷ്യനെ രക്ഷിക്കുവാൻ വേണ്ടിയിട്ട് യേശുക്രിസ്തു സ്വർഗം വിട്ടിറങ്ങി വരേണ്ടി വന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പൊ യേശുക്രിസ്തുവിന്റെ രക്തത്തിനകത്ത് എന്തുണ്ട്? പാപമോചനമുണ്ട്. ഹല്ലേലൂയ. ഹാബേലിന്റെ രക്തം പ്രതികാരത്തിന് വേണ്ടി നിലവിളിക്കുമ്പോൾ യേശുവിന്റെ രക്തം നിങ്ങൾക്ക് പാപക്ഷമ നൽകുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. അപ്പൊ ഹാബേലിന്റെ രക്തം നിങ്ങളുടെ, ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, ഹാബേലിന്റെ രക്തത്തിൽ ആ ഉള്ള പ്രതികാര മനോഭാവമാണ് നിങ്ങളുടെ രക്തത്തിലും വെളിപ്പെടുന്നത്. എന്നാൽ യേശുവിന്റെ രക്തത്തിൽ നിങ്ങൾ ലയിക്കുമ്പോൾ, യേശുവിന്റെ രക്തത്തിൽ നിങ്ങൾ വീണ്ടെടുക്കുമ്പോൾ, യേശുവിന്റെ രക്തം നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾക്ക് ക്ഷമയുടെ അനുഭവം വരുമെന്ന് ഞാൻ മുമ്പ് ആവർത്തിച്ചു. അപ്പം ഹാബേലിന്റെ രക്തം നിഷ്കളങ്ക കുലപാതകത്തിന് ഒരു വിപൽ പ്രബോധനമായി അല്ലെ ഇവിടെ നിലകൊള്ളുകയാണ്. എന്നാൽ ക്രിസ്തുവിന്റെ രക്തത്തിൽ അല്ലെ രക്തച്ചൊരിച്ചില് അനേകായിരങ്ങളുടെ ശുദ്ധീകരണത്തിനും അവന്റെ ആരാധനയ്ക്കും സമർപ്പണത്തിനും കാരണമായി തീർന്നു. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രശ്നം, യേശുവിന്റെ രക്തത്താൽ ഒരു വീണ്ടെടുപ്പ് നമുക്ക് ആവശ്യമാണ്. അപ്പൊ ഞാൻ കഴിഞ്ഞ ചില ദിവസങ്ങളായിട്ട് യേശുവിന്റെ രക്തത്തെ കുറിച്ചാണ് പറയുന്നത്. ഹല്ലേലൂയ. കാരണം അത് സംസാരിക്കേണ്ടത് ആവശ്യമായതുകൊണ്ടും അത് ഈ കാലഘട്ടത്തിലെ ജനത്തിന് ആവശ്യമായതുകൊണ്ടും അത് സംസാരിച്ചേ മതിയാവുള്ളൂ. കാരണം ഹല്ലേലൂയ, കർത്താവായ യേശുക്രിസ്തുവിന്റെ മധ്യാകാശ വരവ് ഏറ്റവും ആസന്നമായിരിക്കുമ്പോൾ, ദൈവത്തിന്റെ മണവാട്ടി സഭയെ ചേർക്കാൻ സമയമായി ഇരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഭൂമിയിൽ അനിഷ്ട സംഭവങ്ങൾ, അക്രമങ്ങൾ പെരുകുമ്പോൾ, നാം കണ്ടിട്ടില്ലാത്ത വിധത്തിലുള്ള പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ, പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ, മനുഷ്യ ജീവിതങ്ങൾ പൊലിയപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ, അതിന്റെ നടുവിൽ ഒരു വീണ്ടെടുപ്പ് മനുഷ്യന് ആവശ്യമാണ്. ഹല്ലേലൂയ. ഒരു മനുഷ്യന്റെ വീണ്ടെടുപ്പ് എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിലൂടെ മാത്രമാണ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് പൗലോസ് ഹാബേലിന്റെ രക്തത്തിനും യേശുവിന്റെ രക്തത്തിനും തമ്മിലുള്ള വ്യത്യസ്തത ഇബ്രായ ലേഖനം 12:24 നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്. ഹല്ലേലൂയ. അപ്പം നാം ചിന്തിക്കേണ്ട കാര്യം, കർത്താവായ യേശു ക്രിസ്തു ക്രൂശിൽ വെച്ച് നമുക്ക് വേണ്ടി രക്തം ചീന്തിയപ്പോൾ, ഹല്ലേലൂയ, യേശു നമുക്ക് വേണ്ടി രക്തം ചീന്തുന്ന സമയം നമുക്കറിയാം. ലൂക്കോസ് സുവിശേഷം 23:34 പിതാവേ, ഇവർ ചെയ്യുന്നതിനെന്തെന്നറിയായികയാൽ. ഞാൻ മുമ്പ് ആവർത്തിച്ച് പറഞ്ഞു. അപ്പൊ ഞാൻ പറയട്ടെ, സുവിശേഷം പ്രസംഗിക്കുന്ന ദൈവത്തിന്റെ ദാസിദാസന്മാർ ഇവിടെ കേരളത്തിന്റെ 14 ജില്ലകളിലും എല്ലാ ദിവസവും ദൈവത്തിന് പ്രസംഗിക്കുന്നുണ്ട്. കേരളത്തിന്റെ 14 ജില്ലകളിൽ എല്ലാ ഗ്രാമങ്ങളിലും ദൈവം അയച്ച ദൈവത്തിന്റെ ദാസിദാസന്മാർ, ഹല്ലേലൂയ, വിവിധ ടീമുകൾ, സംഘടനകളൊക്കെ സുവിശേഷം പ്രസംഗിക്കുമ്പോൾ ഒരു കൂട്ടം ജനം മാറി നിന്ന് കല്ലെറിയാറുണ്ട്, അസഭ്യം വിളിച്ചു പറയാറുണ്ട്, ചീത്ത വിളിച്ചു പറയാറുണ്ട്. കുറേ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ ദൈവത്തിന്റെ വചനം പ്രസംഗിക്കുമ്പോൾ ഒരു കാരണവുമില്ലാതെ ചീത്ത വിളിച്ചു പറയുന്ന, കമന്റ് എഴുതിയിടുന്ന അനവധി ആളുകളുണ്ട്. ഹല്ലേലൂയ. അങ്ങനെയുള്ളവരോട് ഞങ്ങൾക്ക് പറയുവാനുള്ള ശക്തമായ ദൂത്, പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്നറിയാകിയാൽ ഇവരോട് ക്ഷമിക്കണമേ. കാരണം യേശു ഞങ്ങൾക്ക് കാണിച്ചെന്ന് മാതൃകയാണ്. ഹല്ലേലൂയ. യേശു പറയുന്നത്, നിങ്ങളെ കല്ലെറിയുന്നവരെ കല്ലെറിയുക, നിങ്ങളെ അടിക്കുന്നവരെ അടിക്കുക, നിങ്ങളെ ചീത്ത വിളിക്കുന്നവരെ ചീത്ത വിളിക്കുക, നിങ്ങൾ പ്രതികാരം ചെയ്യുക എന്നൊന്നും യേശു ഞങ്ങളോട് പറഞ്ഞിട്ടില്ല. യേശു പറയുന്നത് ഞങ്ങളോട് ക്ഷമിക്കാനാ.
ഞാൻ ക്രൂശിൽ കിടന്നപ്പോഴും എന്നെ കളിയാക്കിയപ്പോഴും അപമാനിച്ചപ്പോഴും പരിഹസിച്ചപ്പോഴും എന്നെ ഉപദ്രവിച്ചപ്പോഴും അവരെന്നെ കൊല്ലുമ്പോഴും അല്ലെ ഞാൻ അവരോട് ക്ഷമിച്ചു മക്കളെ, അതുകൊണ്ട് നിങ്ങൾ ക്ഷമിക്കണമെന്ന്. അതാണ് ഞങ്ങൾ ചെയ്യുന്നത്. അതുകൊണ്ടാണ് എന്തെല്ലാം അസഭ്യം ഞങ്ങളെ വിളിച്ചു പറഞ്ഞാലും ഞങ്ങൾ ക്ഷമിക്കുന്നത്. ഞങ്ങൾക്ക് ഈ അസഭ്യം കേൾക്കുന്നതിനകത്ത്, ഈ ചീത്തവിളി കേൾക്കുന്നതിനകത്ത് വലിയ ലജ്ജയൊന്നും ഞങ്ങൾക്ക് തോന്നാറില്ല, വലിയ നാണം കേടും തോന്നാറില്ല. കാരണം ഇത് ലോകം ഇങ്ങനെ ചെയ്തുകൊണ്ട് ഞങ്ങളുടെ യേശുവിനെ എന്തെല്ലാം പറഞ്ഞു, യേശുക്രിസ്തുവിനെ എന്തെല്ലാം വിളിച്ചിരുന്നു, പിന്നെ ഞങ്ങളെ വിടുവോ? അല്ലേലിയ. എന്നെ കേൾക്കുന്ന ശ്രോതാവ് മാനസാന്തരം ആവശ്യമാകട്ടോ. രക്തം ചെയ്യും ദൈവത്തിന്റെ അഭിഷക്തന്മാരെ, ദൈവം തിരഞ്ഞെടുത്ത ദൈവത്തിന്റെ പ്രവാചകന്മാരെ, സുവിശേഷം പറയുന്ന ദൈവത്തിന്റെ ദാസിദാസന്മാരെ നിങ്ങൾ ആക്രമിക്കുമ്പോൾ, നിങ്ങൾ ചീത്ത വിളിക്കുമ്പോൾ, അപവാദം വിളിച്ചു പറയുമ്പോൾ, ദൈവത്തിന്റെ ന്യായവിധി നിങ്ങളുടെ കുടുംബത്തിൽ വെളിപ്പെടാൻ സമയമായി. ദൈവത്തിന്റെ ന്യായവിധി നിങ്ങളുടെ കുടുംബത്തിൽ വന്നാൽ നിങ്ങൾക്കതിൽ രക്ഷപ്പെടാൻ യാതൊരു മാർഗവുമില്ല. ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ കുടുംബത്തിൽ അത് സംഭവിക്കും. ഹല്ലേലൂയ. അപ്പം ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തി അത്രമാത്രമാണ്. പ്രൈസ് ദി ലോർഡ്. എന്നെ കേൾക്കുന്ന പ്രശ്നം ഇവിടെ ദൈവവചനം നമ്മൾ വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നത്. ഹല്ലേലൂയ. അപ്പൊ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ നിങ്ങൾ വീണ്ടെടുക്കപ്പെട്ട് കഴിയുമ്പോൾ, യേശുവിന്റെ രക്തത്താൽ നിങ്ങൾ ശുദ്ധീകരിക്കപ്പെട്ട് കഴിയുമ്പോൾ, അവന്റെ ഓരോ ഹൃദയസ്പന്ദനവും അല്ലെങ്കിൽ നിങ്ങൾക്ക് ലഭ്യമായി തുടങ്ങും. യേശുവിന്റെ ഓരോ ഹൃദയത്തെ സ്പന്ദനവും നിങ്ങൾക്ക് ലഭിക്കും. യേശു സ്നേഹിച്ച യോഹന്നാൻ, യേശുവിന്റെ ശിഷ്യനായത് യോഹന്നാൻ യേശുവിന്റെ മാറോട് ചേർന്നിരുന്നത് പോലെ, എന്നെ കേൾക്കുന്ന മാതാവി പിതാവി, നിങ്ങൾ യേശുക്രിസ്തുവിന്റെ മാറോട് ചേർന്നിരുന്ന യേശുവിന്റെ രക്തത്താൽ ശുദ്ധീകരിക്കപ്പെട്ട, യേശുവിന്റെ രക്തത്തിലുള്ള ക്ഷമ നിങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ഹല്ലേലൂയ മറ്റുള്ളവരെ സ്നേഹിപ്പാൻ കഴിയണം. ഹല്ലേലൂയ. അപ്പം ജനങ്ങൾക്ക് അല്ലെങ്കിൽ ക്ഷമ നൽകുക എന്നുള്ളതാണ് യേശു കാണിച്ചു തന്ന മാതൃക. പരീശന്മാരും ശാസ്ത്രിമാരും യഹൂദന്മാരും റോമൻ സൈന്യങ്ങളും ഒക്കെ സ്തോത്രം യേശുവിനെ മാറി മാറി കുറ്റപ്പെടുത്തുമ്പോൾ, ഹല്ലേലൂയ, പരിഹസിക്കുമ്പോൾ, പീലാത്തോസിന്റെ, ഹെരോദാവിന്റെ, യഹോവാവിന്റെ ഒക്കെ അരമനകളിൽ മാറി മാറി വിസ്തരിക്കുമ്പോഴും, യേശു നിരപരാധി എന്ന് കണ്ടിട്ടും യേശുവിനെ കുറ്റവാളിയാക്കുകയും ഒരു കൂട്ടം ജനം യേശുവിനെ ക്രൂശിപ്പാൻ ആർപ്പ് വിളിക്കുമ്പോഴെല്ലാം യേശുക്രിസ്തു ക്ഷമ ആമേനോടെ വെളിപ്പെടുത്തി എന്നുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ അതുകൊണ്ടാണ് നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ യേശു പഠിപ്പിച്ചത്. ഹല്ലേലൂയ. നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പിൻ. ഇത് യേശുക്രിസ്തു തന്റെ ഗിരിപ്രഭാഷണത്തിലൂടെ പറഞ്ഞ വചനമാണ്. ശത്രുക്കളെ സ്നേഹിക്കുക, നിങ്ങളെ ഉപദ്രവിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുക. എന്നെക്കൾക്ക് നമ്മൾ സ്നേഹിക്കുന്ന യേശുക്രിസ്തുവിന്റെ രക്തത്തിൽ അടങ്ങിയിരിക്കുന്ന ഒരു സ്വഭാവമായിരുന്നു, ഹല്ലേലൂയ, ഒരു ദിവ്യ സ്വഭാവമായിരുന്നു ശത്രുക്കളെ സ്നേഹിക്കുക എന്നുള്ളത്. ഹല്ലേലൂയ. ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത്. അത് കർത്താവ് വെളിപ്പെടുത്തിയത് കൊണ്ടാണ് ഈ വചനം ലോകമെമ്പാടും പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നതും ഞങ്ങൾ പ്രസംഗിക്കുന്നതും ഞങ്ങൾ നിങ്ങളെ സ്നേഹിക്കുന്നതും നിങ്ങളോട് ക്ഷമിക്കുന്നതും എല്ലാം അതുകൊണ്ടാണ്. ഹല്ലേലൂയ. അപ്പൊ സുവിശേഷം വിളിച്ചു പറയുമ്പോൾ, സുവിശേഷം ലോകത്തിന്റെ 4 ഭാഗത്തും വിളിച്ചു പറയുമ്പോൾ, സുവിശേഷം വിളിച്ചു പറയുന്ന ദൈവത്തിന്റെ ദാസിദാസന്മാരെ ചീത്ത പറയുമ്പോൾ, അപമാനിക്കുമ്പോൾ, കളിയാക്കുമ്പോൾ അവർക്ക് തിരിച്ചു പറയാൻ അറിയാൻ മേലാഞ്ഞിട്ടല്ല. ഹല്ലേലൂയ. അവരും കേരളത്തിൽ ജീവിക്കുന്നവരും ഭാരതത്തിൽ ജീവിക്കുന്നവരും അവർക്കും അവരുടേതായ രാജ്യത്തിന്റെ, സംസ്ഥാനത്തിന്റെ, ഗ്രാമത്തിന്റെ ഭാഷകളുണ്ട്. അവർ ഈ ഭൂമി ജീവിച്ചത് അവരിതെല്ലാം കണ്ടും കേട്ടും വളരുന്നവരാണ്. അപ്പൊ അവർക്ക് തിരിച്ച് പ്രതികരിക്കാൻ അറിയാം. പക്ഷെ ചെയ്യാത്തത് എന്താ? യേശുവിന്റെ ക്രൂശിലെ രക്തം ഹല്ലേലൂയ പാപക്ഷമയുടേതായതുകൊണ്ട് യേശു പറഞ്ഞ ശത്രുക്കളെ സ്നേഹിപ്പാൻ, നിങ്ങളെ ഉപദ്രവിക്കാൻ പ്രാർത്ഥിപ്പാൻ. അതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്യുന്നു? മറ്റുള്ളവരെ സ്നേഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ യേശുക്രിസ്തു കാണിച്ചു തന്ന സ്നേഹത്തിന്റെ അടയാളമാണ് സുവിശേഷം പ്രസംഗിക്കുക, സുവിശേഷം അറിയിക്കുക, പാപിയെ നേർവഴിയിലേക്ക് കൊണ്ടുവരിക, മാനസാന്തര സന്ദേശം പറഞ്ഞു കൊടുക്കുക എന്നൊക്കെ ഹല്ലേലൂയ യേശുക്രിസ്തു കാണിച്ചു തന്ന മാതൃകയാണ്. ഹല്ലേലൂയ. ഇതൊരു മതത്തിന്റെ പ്രസംഗമല്ല, ഇതൊരു മതത്തിന്റെ പ്രസംഗമോ ഒരു വ്യക്തിയുടെ പ്രസംഗമല്ല, ഇതൊരു മതപ്രസംഗമായിട്ട് നിങ്ങൾ കാണുകയും ചെയ്തു. യേശുക്രിസ്തു പറഞ്ഞ സുവിശേഷം ഞങ്ങൾ ലോകത്തോട് അറിയിക്കുന്നു. ഹല്ലേലൂയ. ഇവിടെ സ്തോത്രം കാണുന്നത്. അപ്പം ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തത്തിന്റെ അടുക്കലത്രേ നിങ്ങൾ വന്നിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അല്ലെങ്കിൽ ഇവിടെ നാം ദൈവത്തെ ഗെത്സമനെ തോട്ടത്തിൽ വെച്ചവൻ രക്തം ചീന്തി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നതിനാൽ അവന്റെ രക്തം പിതാവിനെ നോക്കി, പിതാവേ എന്റെ മക്കളെ പ്രാർത്ഥനാവീരന്മാരായി മാറ്റണമേ, പ്രാർത്ഥന പോരാളികളായി മാറ്റണമേ എന്ന് ഒരുപക്ഷെ യേശു ഹൃദയത്തിൽ ചിന്തിച്ചിട്ടുണ്ടായിരിക്കാം.
യേശു അങ്ങനെ പ്രാർത്ഥിച്ചിരിക്കാം. അല്ലെങ്കിൽ വേദപുസ്തകത്തിലെ ഞാൻ എന്റെ ചിന്തയിൽ അങ്ങ് പറഞ്ഞതാണ്. അപ്പൊ ഗെത്സമനയിലെ പ്രാർത്ഥനയ്ക്കകത്ത് എന്താണ്? കർത്താവ് ഈ ജനത്തെ പ്രാർത്ഥന വീരന്മാരാക്കി, പ്രാർത്ഥന പോരാളികളാക്കി മാറ്റണമേ, പ്രാർത്ഥനയുടെ ആത്മാവിനെ അവരുടെ മേൽ പകരണമേ എന്ന് യേശു നിലവിളിച്ചിരിക്കാം. ഗെത്സമനയിൽ വെച്ച് യേശു നിലവിളിച്ചു, അവരെ പ്രാർത്ഥന പോരാളിയാക്കി മാറ്റണം, പ്രാർത്ഥനയുടെ ആത്മാവിനെ അവരുടെ മേൽ പകരണം. അത് തന്നെയാണ് ഇന്നത്തെ തലമുറ, ഈ ദൈവജനം പ്രാർത്ഥിക്കുന്നത്. ഹല്ലേലൂയ. ഈ ലോകത്തിൽ ആർക്കും വേണേലും ക്രൈസ്തവ സമൂഹത്തെ ചീത്ത വിളിക്കുകയോ അപവാദം പറയുകയോ എന്തും ചെയ്യാം. അവരാരും തിരിച്ചടിക്കത്തില്ല. ക്രൈസ്തവ സമൂഹത്തിൽപ്പെട്ടവരാരെങ്കിലും അല്ലെങ്കിൽ സുവിശേഷത്തിന് വിരോധമായി വരുന്നവരോട് ചീത്ത പറയുക, അടിക്കുന്നു നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഒരിക്കലും ചെയ്യത്തില്ല അവര്. കാരണം അവരുടെ ഉള്ളിൽ വലിയൊരു ക്ഷമ കിടപ്പുണ്ട്. യേശു കാണിച്ചു കൊടുത്തൊരു ക്ഷമ ക്രൈസ്തവ സമൂഹത്തിന്റെ ഉള്ളിലുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് അവർ പ്രതികരിക്കത്തില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് അവർ എതിരിടത്തില്ല. കാരണം അവരെ പഠിപ്പിച്ച നാഥന്റെ ആ ശിഷ്യത്വം, അവരെ പഠിപ്പിച്ച നാഥന്റെ ആ വചനം അവരുടെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുകയാണ്. രക്തം ചെയ്യും. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, യേശുവിന്റെ വചനം നിന്റെ ഉള്ളിൽ നിറയണം. യേശുവിന്റെ രക്തത്താൽ നീ കഴുകപ്പെടണം. ഹല്ലേലൂയ. യേശുവിന്റെ രക്തം നിന്റെ ഉള്ളിൽ വെളിപ്പെടണം. ഹല്ലേലൂയ. യേശു ക്രിസ്തുവിന്റെ രക്തത്തിലുള്ള ക്ഷമയും സ്നേഹവും നിന്റെ ഉള്ളിൽ നിറഞ്ഞെങ്കിൽ മാത്രമേ നിനക്ക് മറ്റുള്ളവരോട് മാന്യമായി സംസാരിക്കാൻ കഴിയുള്ളൂ. രക്തം ചെയ്യും. അത് കുടുംബത്തിലായിരുന്നാലും, കുടുംബ ജീവിതത്തിലായിരുന്നാലും, നാം സമൂഹത്തിലായിരുന്നാലും, ജോലി മേഖലയിലായിരുന്നാലും നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഹല്ലേലൂയ കോപങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഹല്ലേലൂയ. ദേഷ്യം വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ വിവിധ കോപങ്ങളും ദേഷ്യങ്ങളും ഒക്കെ കടന്നു വരുമ്പോൾ ഹല്ലേലൂയ നാം അതിനകത്ത് ഭാരപ്പെട്ടു പോകാതെ പ്രാർത്ഥനയോടെ മുന്നേറാൻ ഒരുങ്ങണം. പ്രൈസ്. നമ്മൾ പ്രാർത്ഥനയോടെ മുന്നേറുമ്പോഴാണ് നമുക്ക് യേശുവിന്റെ സാന്നിധ്യം അനുഭവിക്കാൻ കഴിയുന്നത്. രക്തം ചെയ്യും. ഹല്ലേലൂയ. എവിടെ നമ്മൾ ദൈവത്തിനും വായിച്ചിരിക്കും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, വേദപുസ്തക ചരിത്രങ്ങളൊക്കെ പഠിക്കുമ്പോൾ കാണുന്നതും. ഹല്ലേലൂയ. യേശുക്രിസ്തുവിന്റെ കാലം തൊട്ടേ യേശുക്രിസ്തുവിന് വിരോധികളുണ്ട്. യേശുക്രിസ്തുവിന്റെ കാലം തൊട്ടേ യേശുക്രിസ്തുവിന് വിരോധികളുണ്ട്, പ്രതികാരമുണ്ട്. ഹല്ലേലൂയ. അത് ഇന്നും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടല്ലേ ഈ ലോകത്തിൽ ക്രൈസ്തവ സമൂഹത്തിൽ ഇത്രമാത്രം പീഡ അനുഭവിക്കുന്നത്. ക്രൈസ്തവ സമൂഹം ഇത്രമാത്രം പീഡ അനുഭവിച്ചിട്ടും അവരെ ഭൂമിയിൽ നിന്ന് നിർമൂലം ചെയ്യുവാൻ നോക്കിയിട്ടും ഇന്ന് വരെ ഒരു വ്യക്തിക്കും കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഹല്ലേലൂയ. അത് ഈ ഉലകത്തിൽ ഇനി ഒരിക്കലും സംഭവിക്കത്തില്ല. കർത്താവായ യേശുക്രിസ്തുവിന്റെ മധ്യാകാശ വരവ് വരെ ഈ സുവിശേഷം ലോകത്തിലെല്ലാം പ്രസംഗിച്ചുകൊണ്ടിരിക്കും. യേശുക്രിസ്തുവിന്റെ രക്തത്തെക്കുറിച്ച്, ആമേൻ, ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തത്തെക്കുറിച്ച് സംസാരിച്ചു കൊണ്ടേയിരിക്കും. ഹല്ലേലൂയ. രക്തം ചെയ്യും. എന്നെ കേൾക്കുന്ന പ്രിയ ശ്രോതാവേ, നിങ്ങളുടെ ഉള്ളിലെ പകയുടെ ആ രക്തം മാറ്റണം. സ്തോത്രം. വിദ്വേഷത്തിന്റെ രക്തം മാറ്റണം. കയ്പിന്റെ രക്തം മാറ്റണം. അഹങ്കാരത്തിന്റെ നികളത്തിന്റെ ആ രക്തം മാറ്റിക്കളയണം. ഹല്ലേലൂയ. വെല്ലുവിളിയുടെ പ്രതികാരത്തിന്റെ രക്തം മാറ്റിക്കളയണം. ഹാബേലിന്റെ രക്തം ഒരുപക്ഷെ തന്റെ സഹോദരനോട് പ്രതികാരം തീർക്കുവാനായിരിക്കും നിലവിളിച്ചത്. അതുപോലെ നിങ്ങൾ മറ്റുള്ളവരുടെ പ്രതികാരം തീർക്കുവാൻ നിങ്ങളുടെ ഉള്ളിൽ തിളയ്ക്കുന്ന രക്തമുണ്ടല്ലോ. ഹല്ലേലൂയ. അതിനെ നീക്കി ശുദ്ധീകരിക്കണം. എന്നിട്ട് യേശുവിന്റെ രക്തത്താൽ നിങ്ങളുടെ രക്തം ശുദ്ധീകരിക്കപ്പെടണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതാണ് നമ്മളെ ദൈവവചനം പഠിപ്പിക്കുന്നത്. രക്തം ചെയ്യും. ഹല്ലേലൂയ. ഇവിടെ നാം ദൈവത്തിന്റെ വചനം വായിക്കുന്നത്, യേശു പറഞ്ഞു, കർത്താവ് ഇവരെ പ്രാർത്ഥന വീരന്മാരാക്കി മാറ്റണമേ, പ്രാർത്ഥനയുടെ ആത്മാവിനെ അവരുടെ മേൽ പകരണമേ എന്ന് ഒരുപക്ഷെ നിലവിളിച്ചിരിക്കാം. യേശുക്രിസ്തു ഗെത്സമനെ തോട്ടത്തിൽ വെച്ച് ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ നിലവിളിച്ചു എന്ന് ഇബ്രായ ലേഖനം 5:7 നമ്മൾ വായിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ ആ ഭാഗം ചിന്തിച്ചതാണ്. ഹല്ലേലൂയ. യേശുക്രിസ്തുവിന്റെ പ്രാർത്ഥനയെ കുറിച്ച് പൗലോസ് അപ്പോസ്തലൻ വീണ്ടും അത് നമുക്ക് വെളിപ്പെടുത്തി തരികയാണ്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന സ്നേഹിതരെ, ഈ ലോകത്തിൽ പ്രാർത്ഥനയുടെ ശക്തിയെ തടയപ്പെടുവാൻ, ഹല്ലേലൂയ, ആരാധനയുടെ ശക്തിയെ തടയപ്പെടുവാൻ, കൂട്ടായ്മയുടെ ശക്തിയെ തടയപ്പെടുവാൻ, ദൈവവചനത്തിന്റെ ശക്തിയെ തടയപ്പെടുവാൻ, പരിശുദ്ധാത്മാവിന്റെ ശക്തിയെ തടയപ്പെടുവാൻ, യേശുവിന്റെ രക്തത്തിന്റെ ശക്തിയെ തടയപ്പെടുവാൻ ഈ ലോകത്തിനാർക്കും കഴിയില്ല. ഹല്ലേലൂയ. ഒരു ഭരണ സംവിധാനങ്ങൾക്കും കഴിയത്തില്ല, ഒരു രാഷ്ട്രങ്ങൾക്കും കഴിയത്തില്ല, ഒരു മതങ്ങൾക്കും മത നേതാക്കന്മാർക്കും കഴിയത്തില്ല, ഒരു സുവിശേഷ വിരോധികൾക്കും നിരീശ്വരവാദികൾക്കും യുക്തിവാദികൾക്കും ഒന്നും യേശുവിന്റെ രക്തത്തിന്റെ ശക്തിയെ തടയാൻ കഴിയില്ല. മനുഷ്യൻ ഈ ഭൂമി കണ്ടുപിടിച്ചിരിക്കുന്ന ഒരു സന്നാഹങ്ങൾ കൊണ്ടും ഒരു ആയുധങ്ങൾ കൊണ്ടും യേശുവിന്റെ രക്തത്തിന്റെ ശക്തി തടയുവാൻ കഴിയില്ല. ഹല്ലേലൂയ. അത് സംസാരിച്ചുകൊണ്ടേയിരിക്കും. ഹല്ലേലൂയ.
യേശുക്രിസ്തുവിന്റെ രക്തം ഇങ്ങനെ ഡെയിലി സംസാരിച്ചുകൊണ്ടിരിക്കും. ഈ യേശുക്രിസ്തുവിന്റെ രക്തം ഞങ്ങളിൽ വന്നത് കൊണ്ടാണ്, യേശുവിന്റെ രക്തത്താൽ ഞങ്ങൾ ശുദ്ധീകരിക്കപ്പെട്ട് യേശുക്രിസ്തുവിന്റെ ക്ഷമയും സ്നേഹവും ഞങ്ങൾ നിറയപ്പെട്ടത് കൊണ്ടാണ് ഞങ്ങൾ ആ രക്തത്തിൽ നിന്നുകൊണ്ട് സംസാരിക്കുന്നത്. എല്ലാവരും രക്തം ചെയ്യും. നിങ്ങളിൽ ദൈവം അതിനുവേണ്ടി ക്ഷണിക്കുക. എന്നെ കേൾക്കുന്ന മാതാപിതാവ്, നിങ്ങളുടെ ഭവനത്തിനകത്ത് താഴ്മയുടെ അനുഭവത്തെ, ക്ഷമയുടെ അനുഭവത്തെ, സ്നേഹത്തിന്റെ അനുഭവത്തെ, സമാധാനത്തിന്റെ അനുഭവം വേണമെങ്കിൽ എല്ലാവരും യേശുക്രിസ്തുവിലൂടെ വീണ്ടെടുപ്പ് പ്രാപിക്കണം. ഓർത്ത് നോക്കി, നിങ്ങളുടെ കുടുംബത്തിനകത്ത് നടക്കുന്ന അരാജകത്വങ്ങൾ, നിങ്ങളുടെ കുടുംബത്തിനകത്തെ കണ്ണുനീരുകൾ, നിങ്ങളുടെ ജീവിതത്തിലെ കണ്ണുനീരുകൾ, താങ്കൾ ഉയർച്ച പ്രാപിക്കാൻ കഴിയാത്ത വിധത്തിൽ താങ്കളുടെ ജീവിതത്തിൽ തകർച്ചകൾ, എന്ത് ചെയ്താലും നഷ്ടങ്ങൾ, ഒന്നിലൊരു വിജയസാധ്യത കാണാൻ കഴിയാതെ എല്ലാ വിധത്തിലും നിങ്ങൾ തകർന്നുകൊണ്ടിരിക്കുമ്പോൾ ഇന്ന് പകൽ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളോട് പറയുന്ന ശക്തമായി ദൂത്, എന്നെ കേൾക്കുന്ന മാതാപിതാവ് മടങ്ങി വന്ന് അല്ലേലിയ കുറവുകൾ ഏറ്റുപറഞ്ഞ് ദൈവത്തിന് സമർപ്പിച്ചു കൊടുക്കുമ്പോൾ യേശുവിന്റെ രക്തത്താൽ നിന്റെ ജീവിത സാഹചര്യം, ജീവിതത്തെ കഴുകി വെടിപ്പാക്കി നിന്നെ ശുദ്ധീകരിച്ച് കർത്താവിന് വേണ്ടി പ്രയോജനമുള്ള അല്ലേലിയ ഒരു വ്യക്തിയാക്കി ദൈവം നിന്നെ മാറ്റും. കുടുംബത്തെ അങ്ങനെ പണിതെടുക്കും ദൈവം. അല്ലേലിയ. ഇവിടെ ദൈവത്തിന്റെ പറഞ്ഞപ്പോൾ അവൻ തന്റെ പ്രാണനെ മരണത്തിന് ഒഴുക്കിക്കളഞ്ഞു എന്ന് പ്രാർത്ഥിച്ചു. യേശു തന്റെ പ്രാണനെ മരണത്തിന് ഒഴുക്കിക്കളഞ്ഞുവെന്ന് പ്രാർത്ഥിച്ചു എന്ന് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53-ാം അധ്യായം 12-ാം വാക്യമൊക്കെ വായിക്കുന്നുണ്ട്. അവൻ കവിണ്ണു വീടുകൊണ്ട്, പിതാവെ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നീങ്ങിപ്പോകണമേ എന്ന് ആമി പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. എന്നിട്ട് യേശു പറയും, എങ്കിലും ഞാൻ ഇച്ഛിക്കും പോലെയല്ല, നീ ഇച്ഛിക്കും പോലെ ആകട്ടെ എന്ന് പ്രാർത്ഥിച്ചുവെന്ന് നമ്മൾ മത്തായിയുടെ സുവിശേഷം 26 അല്ലെങ്കിൽ 39 വായിക്കുന്നുണ്ട്. ഹല്ലേലൂയ. നമ്മൾ യേശുക്രിസ്തുവിന്റെ ജീവിതത്തിലുള്ള ആ ക്ഷമയുടെ അനുഭവം, ഹല്ലേലൂയ, അപ്പോൾ നമ്മൾ അത് പ്രാപിക്കണം എന്നുള്ളതാണ് ദൈവാത്മാവ് പറയുന്നത്. സ്തോത്രം. ക്ഷമ നിങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ നിങ്ങൾ ഒരു സ്ഥലത്തും പരാജയപ്പെട്ടു പോകത്തില്ല. ഹല്ലേലൂയ. നിങ്ങൾക്ക് ക്ഷമിക്കുവാൻ കഴിയുന്നെങ്കിൽ നിങ്ങൾ എല്ലാ മേഖലയിലും വിജയിക്കുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. ഒരുപക്ഷെ ഈ സമൂഹത്തിന്റെ നടുവിൽ നിങ്ങൾ ജീവിക്കുമ്പോൾ നിങ്ങൾ ഒരുപാട് നിന്ദകൾക്കും അപമാനങ്ങൾക്കും പരിഹാസങ്ങൾക്കും വിധേയപ്പെട്ട് ഒരുപാട് പേരുടെ മുമ്പിൽ നിങ്ങൾ ഒരു നോട്ടപ്പുള്ളിയായിരിക്കാം. ഹല്ലേലൂയ. മറ്റുള്ളവർ നിങ്ങളെ ഏത് സമയത്തും വകവരുത്താൻ വേണ്ടിയിട്ട് തന്ത്രങ്ങൾ മെനയുന്നുണ്ടായിരിക്കാം. സാത്താൻ നിന്നെ ഈ ഭൂമിയിൽ നിന്ന് മാറ്റിക്കളയാൻ പോലും തന്ത്രങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കാം. പക്ഷെ അവിടെയെല്ലാം നിങ്ങൾ എന്ത് ചെയ്യണം? യേശുക്രിസ്തു കാണിച്ചു തന്ന ക്ഷമ, യേശുക്രിസ്തു നമുക്ക് തന്ന ക്ഷമ, ആ ക്ഷമയിൽ നിറയപ്പെട്ട ഹല്ലേലൂയ. അപ്പൊ നിങ്ങളുടെ ജീവിതത്തിൽ ക്ഷമയുണ്ടെങ്കിൽ നിങ്ങൾ സകലത്തെയും ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവിടെ നാം ദൈവത്തിന്റെ വചനം വായിക്കും. യേശു പറയാണ്, പിതാവേ കഴിവെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നീങ്ങിപ്പോകണമേ, എങ്കിലും ഞാൻ ഇച്ഛിക്കും പോലെയല്ല, നീ ഇച്ഛിക്കും പോലെ ആകട്ടെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന നമ്മൾ സ്നേഹിക്കുന്ന ദൈവം വചനത്തിനകത്ത് ദൈവാത്മാവ് നമുക്ക് നൽകി തരുന്ന ശുദ്ധീകരണത്തിന്റെ വചനങ്ങൾ, ഗുണീകരണത്തിന്റെ വചനങ്ങൾ, അല്ലെങ്കിൽ നിർമ്മലീകരിക്കുന്ന വചനങ്ങൾ, ഹല്ലേലൂയ, അത് ഹൃദയം കൊണ്ട് ഏറ്റെടുക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹൃദയം കൊണ്ട് ആ വചനം ഏറ്റെടുക്കണം. പ്രൈസ്. വചനത്തിന് വലിയ ശക്തിയാണുള്ളത്. ഹല്ലേലൂയ. യേശുക്രിസ്തുവിന്റെ ക്രൂശിലെ മരണം എന്ന് പറയുന്നത് പാപികളെ നേർവഴിയിലേക്ക് നടത്തുന്നതാണ്, പാപികൾക്ക് മാനസാന്തരം കൊടുക്കുന്നതാണ്. ഹല്ലേലൂയ. അതൊക്കെ പറയുമ്പോൾ ഹല്ലേലൂയ, ഞങ്ങളൊക്കെ ഈ ലോകത്തിൽ പുണ്യവാളന്മാരായിട്ട് ജീവിച്ചവരൊന്നും അല്ല. ഹല്ലേലൂയ. ഞങ്ങളൊക്കെ ഈ ലോകത്തിൽ വലിയ സത്യസന്ധരും നിഷ്കളങ്കരുമായിട്ടൊന്നും ജീവിച്ചവരല്ല. ഞങ്ങൾക്കും ഒരു കുടുംബം, ഒരു പാരമ്പര്യം, ഞങ്ങളുടെ ദേശത്തിന്റെ ആ സ്വഭാവങ്ങള്, അവിടുത്തെ ജനത്തിന്റെ സ്വഭാവങ്ങള്, അവിടുത്തെ സംസ്കാരങ്ങളൊക്കെ ഞങ്ങൾക്കും ഉണ്ടായിരുന്ന ആ രീതികളൊക്കെ. ഹല്ലേലൂയ. ആരെയും എന്തും വിളിച്ചു പറയുക, ആരോടും എന്തും പറയുക, ആരോടും എന്തും പ്രവർത്തിക്കുക, മറ്റുള്ളവരെ ശ്രേഷ്ഠൻ എണ്ണാതെ മറ്റുള്ളവരെ പരിഹസിക്കുക എന്നുള്ള ആ സ്വഭാവമൊക്കെ ഞങ്ങളിലും ഉണ്ടായിരുന്നു. ഞങ്ങളുടെ ദേശത്തിന്റെ, ഞങ്ങളുടെ സമൂഹത്തിന്റെ, ഞങ്ങളുടെ കുടുംബത്തിന്റെ, പാരമ്പര്യത്തിന്റെ ഒക്കെ സ്വഭാവത്തിൽ ജീവിക്കപ്പെട്ടവരാണ് ഞങ്ങൾ ഓരോരുത്തരും. ഹല്ലേലൂയ. പക്ഷെ ഞങ്ങളെ ഇന്ന് പിന്തിരിപ്പിച്ചത് ദൈവമാണ്. ഹല്ലേലൂയ. ഞങ്ങളുടെ കഴിഞ്ഞകാല സ്വഭാവത്തെ നീക്കി ഞങ്ങൾക്കൊരു പുതിയ സ്വഭാവം തന്നത്, ഹല്ലേലൂയ, ഒരു പുതിയ തീരുമാനം തന്നത്, പുതിയ ചിന്താഗതികൾ തന്നത് യേശുക്രിസ്തുവിന്റെ ക്രൂശിലെ മരണമാണ്. ഹല്ലേലൂയ. യേശുക്രിസ്തുവിന്റെ ക്രൂശിലെ മരണത്തിലൂടെ യേശുക്രിസ്തുവിന്റെ അവസാന തുള്ളി രക്തം വരെ, അവന്റെ വിലാപ്പുറം തുറന്ന് അവസാന തുള്ളി രക്തം വരെ നമുക്ക് വേണ്ടി തന്ന്, ആ രക്തത്തിൽ ഞങ്ങൾ വിശ്വസിച്ചപ്പോൾ, ആ രക്തത്തിൽ ഞങ്ങൾ കഴുകൽ പ്രാപിച്ചപ്പോൾ, ശുദ്ധീകരണം പ്രാപിച്ചപ്പോൾ, ഞങ്ങളുടെ കഴിഞ്ഞകാല പാരമ്പര്യ സ്വഭാവങ്ങൾ ഞങ്ങളിൽ നിന്ന് മാറിപ്പോയി.
ലേരിയ. അത് പത്രോസ് അപ്പോസ്തലൻ പറയും, നിങ്ങൾ ശ്രദ്ധിച്ചു വായിക്കണം. 1 പത്രോസ് ലേഖനം 1-ാം അധ്യായം ലേരിയ അതിന്റെ 18-ാമത്തെ വാക്യമാണെന്ന് തോന്നുന്നു. അവിടെ നിങ്ങൾ ഇങ്ങനെ വായിച്ചു നോക്കട്ടെ. വ്യർത്ഥവും പിതൃപാരമ്പര്യമായുള്ള നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് വെള്ളി, പൊന്ന്, ആമി, പൊന്ന് മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ലെന്ന്. ലേരിയ. പിന്നെന്താ? ആമി ക്രിസ്തുവിന് നിർദോഷം കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കൊണ്ടാണെന്ന്. അപ്പൊ നമ്മുടെ വീണ്ടെടുപ്പ് എന്താണ്? യേശുവിന്റെ രക്തത്താലാ. അല്ലേരിയ. അപ്പൊ ആ ഭാഗത്തിലേക്ക് നമ്മൾ അടുത്ത ദിവസങ്ങളൊക്കെ കടന്നു വരും. അല്ലേരിയ. അപ്പം നമ്മുടെ വ്യർത്ഥവും പിതൃപാരമ്പര്യമായുള്ള നടപ്പ്. അല്ലേരിയ. അതേ സ്നേഹിത, വ്യർത്ഥവും പിതൃപാരമ്പര്യമായ നടപ്പ് എന്റെ ജീവിതത്തിലുണ്ടായിരുന്നു. വെറും വ്യർത്ഥമായ പിതൃപാരമ്പര്യത്തിന്റെ നടപ്പിൽ ഞാൻ നടന്നൊരു കാലഘട്ടം. അല്ലേരിയ. ആ കാലങ്ങളിൽ വെള്ളി വലിയ അഴിഞ്ഞു പോകുന്ന വെള്ളി കൊണ്ടോ പൊന്നുകൊണ്ടോ ഒന്നും അല്ല ആ മനുഷ്യൻ എന്റെ വീണ്ടെടുപ്പ് നടന്നത്. കാൽവറിയിൽ എനിക്ക് വേണ്ടി ചൊരിയപ്പെട്ട പുണ്യാഹ രക്തത്തെ മുഖാന്തരമാണ്. ഹാബീലിന്റെ രക്തത്താൽ ഗുണകരമായി സംസാരിക്കുന്ന കുഞ്ഞാടിന്റെ രക്തത്താൽ എനിക്കൊരു വീണ്ടെടുപ്പ് കിട്ടി, എനിക്കൊരു രക്ഷ കിട്ടി, എനിക്കൊരു മാനസാന്തരം കിട്ടി, എനിക്കൊരു മോചനം കിട്ടി. അല്ലേലി. എന്റെ ഉള്ളിൽ ക്ഷമയുടെ അനുഭവം കടന്നു വന്നു, സ്നേഹത്തിന്റെ അനുഭവം കടന്നു വന്നു. യേശുവിന്റെ വചനം പഠിക്കുവാൻ, യേശുവിനെ അനുഗമിക്കുവാൻ, ആ കാഴ്ചയുടെ പിന്തുടരുവാൻ ദൈവം കൃപ തന്നു. അന്ന് തൊട്ട് ഇന്നുവരെ ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, അല്ലെങ്കിൽ ശത്രുക്കളെ സ്നേഹിപ്പാൻ, ഉപദ്രവിക്കർക്ക് പ്രാർത്ഥിക്കുവാൻ ദൈവം അതിനുള്ള സഹനശക്തി, ക്ഷമയെ തന്നുള്ളതാണ്. അല്ലേലൂയ. അത് നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെട്ടാൽ നിങ്ങൾ എത്ര അനുഗ്രഹിക്കപ്പെടുന്നു പറയാമോ? വളരെ ശാന്തമായ രീതിയിൽ നിങ്ങളോട് ഈ ദൈവോധനം പ്രസംഗിക്കുന്നത് എന്തിനാണ് സ്നേഹിത? നിങ്ങളൊന്ന് മാനസാന്തരപ്പെടാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളുടെ തകർച്ചയൊന്ന് മാറാൻ, നിങ്ങളുടെ ഉഴൽച്ചകളൊന്ന് മാറുവാൻ, നിങ്ങളുടെ ജീവിതത്തിന്റെ പരാജയമൊന്ന് മാറി നിങ്ങളുടെ ജീവിതത്തിൽ ചില അനുഗ്രഹങ്ങളെ പകരാൻ യേശു ആഗ്രഹിക്കുക. കേൾക്കുന്ന മാതാവി, പിതാവി, നിന്റെ ദൈവം അനുഗ്രഹിക്കും. നിന്റെ ജീവിതത്തിന് ഒത്തിരി വിടുതൽ ദൈവം തരും. പക്ഷെ യേശുവിന്റെ രക്തത്താൽ നീ കഴുകപ്പെടണം, രക്തം ചെയ്യും. അപ്പൊ ഇവിടെ നാം ദൈവത്തിന് വചനം വായിക്കുമ്പോൾ രക്തം ചൊരിഞ്ഞും പ്രാർത്ഥിച്ചും പിതാവിന്റെ ഹിതത്തിന് ഏൽപ്പിച്ചും. അല്ലേലൂയ. ആമി കർത്താവ് ഗെത്സമനെ തോട്ടത്തിൽ വെച്ച് അവൻ പ്രാണവേദന അനുഭവിച്ചപ്പോൾ, അല്ലേലൂയ, ഒരു നാഴിക പോലും ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുന്ന ശിഷ്യന്മാരെ യേശു കണ്ടില്ല. യേശു ഗെത്സമനെ തോട്ടത്തിൽ വളരെ വേദനയോടെ, പ്രാണവേദനയായി മനസ്സുരുകി ഹൃദയം ഉരുകി പ്രാർത്ഥിക്കുമ്പോൾ യേശുവിനോട് കൂടെ ഉണ്ടായിരുന്ന ശിഷ്യന്മാരൊക്കെ ഉറക്കത്തിലായിരുന്നു. അല്ലേലിയ. അപ്പൊ യേശു പ്രാർത്ഥന കഴിഞ്ഞ് വന്നിട്ട് അവരോട് ചോദിക്കുന്നുണ്ട്, അല്ലേലിയ, എന്നോടുകൂടെ ഒരു നാഴിക പോലും ഉണർന്നിരിപ്പാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ലയോ എന്ന് ചോദിച്ചു. മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം 40-ാം വാക്യം വായിച്ചാൽ കാണാൻ കഴിയും. ലേരിയ. എനിക്ക് നമ്മൾ സ്നേഹിക്കുന്ന, നിങ്ങൾ ഉറങ്ങിപ്പോകരുത്, ഈ കാലഘട്ടത്തിൽ മയങ്ങിപ്പോകരുത്. അല്ലെങ്കിൽ നിങ്ങൾ യേശുക്രിസ്തുവിനോട് ചേർന്നിരുന്ന പ്രാർത്ഥനയിൽ നിങ്ങൾ നിറയപ്പെടണം. അല്ലേരി. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ കുടുംബത്തിനാണ് അനുഗ്രഹം ഉണ്ടാകുന്നത്. ഒരുപക്ഷെ നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് രാജ്യത്തിന് വേണ്ടിയായിരിക്കാം, രാഷ്ട്രങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കാം, ഭരണാധികാരികൾക്ക് വേണ്ടിയിട്ടായിരിക്കാം, അധികാരികൾക്ക് വേണ്ടിയിട്ടായിരിക്കാം, ജനസമൂഹത്തിന് വേണ്ടിയിട്ടായിരിക്കാം, പാപികളുടെ മാനസാന്തരം വേണ്ടിയിട്ടായിരിക്കാം, മറ്റുള്ള നന്മയ്ക്ക് വേണ്ടിയിട്ട്, സൗഖ്യത്തിന് വേണ്ടി, അങ്ങനെ വിവിധമായ വിഷയങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ മധ്യസ്ഥ ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ, അല്ലേരിയ, ആ പ്രാർത്ഥന അനുഭവം ആദ്യം നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ കുടുംബത്തിലോ വെളിപ്പെടുന്നത്. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥന സ്വർഗ്ഗം സ്വീകരിച്ചിട്ട് നിങ്ങളുടെ പ്രാർത്ഥന ശക്തി നിങ്ങളിലേക്ക് വന്ന് ആ ശക്തി നിങ്ങളിൽ നിന്ന് ജനത്തിലേക്ക് പകരാൻ തുടങ്ങും. അല്ലേരിയ. അപ്പം പ്രാർത്ഥിക്കുന്നതിന്റെ ജീവിതത്തിനകത്ത് വലിയ ദൈവസാന്നിധ്യം വെളിപ്പെടും. പക്ഷെ യേശുവിന്റെ രക്തത്തിൽ നിറയപ്പെട്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പ്രാർത്ഥനയുടെ അനുഭവത്തിൽ വരാൻ കഴിയുള്ളൂ. അപ്പം യേശുക്രിസ്തു ഗെത്സമനയിൽ പ്രാണവേദനയിലായി, അവന്റെ വിയർപ്പ് നിലത്ത് വീഴുന്ന വലിയ ചോരത്തുള്ളി പോലെയായി എന്നൊക്കെ വായിക്കുന്നുണ്ട്. അല്ലേരിയ. ആ പ്രാർത്ഥനയ്ക്കകത്ത്, അല്ലേരിയ, സ്തോത്രം, ഒരു കൂട്ടം പ്രാർത്ഥിക്കുന്ന ദൈവമക്കളെ ദൈവം പുറത്തെടുത്തുന്നുള്ളതാണ്. അല്ലേരി. ഇന്നും ദൈവം പ്രാർത്ഥിക്കുന്ന ദൈവമക്കളെ പുറത്തെടുക്കുക. അല്ലേരി. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന മാതാവി, പിതാവി, നിങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിൽ ഒരു പ്രാർത്ഥന വീരനായി, ഒരു പ്രാർത്ഥന പോരാളിയായി നിങ്ങൾ മാറണം. പ്രൈസലോ. നിന്റെ കുടുംബത്തിനകത്ത് നീ ഇരുന്ന് പ്രാർത്ഥിക്കണം, നിന്റെ ഭവനത്തിൽ നീ ഇരുന്ന് പ്രാർത്ഥിക്കണം. നിന്റെ മക്കൾക്ക് വേണ്ടി, തലമുറയ്ക്ക് വേണ്ടി, നിന്റെ ഭർത്താവിന് വേണ്ടി, നിന്റെ ഭാര്യയ്ക്ക് വേണ്ടി, നിന്റെ അപ്പൻ അമ്മയ്ക്ക് വേണ്ടി, നിന്റെ സഹോദരങ്ങൾക്ക് വേണ്ടി, ബന്ധുമിത്രാദികൾക്ക് വേണ്ടി, അയൽവാസികൾക്ക് വേണ്ടി, ചാർച്ചക്കാർക്ക് വേണ്ടി, നിന്റെ പിതൃഭവനത്തെ ഓർത്ത് നീ പ്രാർത്ഥിക്കണം. പ്രൈസലോ.
ആ പ്രാർത്ഥിക്കണമെങ്കിൽ യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുപ്പ് പ്രാപിക്കണം. കാരണം ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തത്തിന്റെ അടുക്കൽ നിങ്ങൾ വന്ന് ആ രക്തത്താൽ നിങ്ങൾ നിറയപ്പെട്ട് കഴിയുമ്പോഴാണ് ആ സ്വർഗീയ കൃപകൾ നിങ്ങളുടെ മേൽ വരുന്നത്. സ്വർഗീയ കൃപകൾ, ആമീൻ, ആത്മാവിന്റെ ഫലങ്ങളും വരങ്ങളും നിങ്ങളിൽ വന്ന് നിറയപ്പെടുന്നത് നിങ്ങൾ യേശുവിന്റെ രക്തത്താൽ നിറയപ്പെടുമ്പോഴാണ്. രക്തം ചെയ്യും അല്ലേരിയ. അപ്പൊ യേശുവിന്റെ രക്തം എന്നൊക്കെ പറഞ്ഞാൽ അത്ര ശ്രേഷ്ഠതയുള്ളതാണ് ഞാൻ ഈ പറയുന്നത്. അല്ലേരിയ. നിങ്ങൾ എന്തെല്ലാം തിരസ്കരിച്ചാൽ ഇത് സംസാരിച്ചുകൊണ്ടേയിരിക്കും. അല്ലേരിയ. നിങ്ങൾ എന്തെല്ലാം പറഞ്ഞാലും എന്തെല്ലാം ചെയ്താലും എന്തെല്ലാം നിങ്ങൾ പ്രവർത്തിച്ചാലും ജീവൻ പോകേണ്ടി വന്നാലും മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കേണ്ടി വന്നാലും ആമീൻ യേശുക്രിസ്തുവിനെ പോലെ അല്ലൊരു ഈ വചനം പ്രസംഗിച്ചുകൊണ്ടേയിരിക്കും. കാരണം ഇത് ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തത്തിന്റെ ആ അടുക്കൽ നിന്ന് ആ യേശുക്രിസ്തുവിന് പ്രാപിച്ച ആ വചനമാണ് പ്രസംഗിക്കുന്നത്. അല്ലേരി. അതുകൊണ്ട് ദൈവത്തിന്റെ വചനം അല്ലേരിയ നിങ്ങൾ അല്ലേരിയ തള്ളിക്കളയരുത്. വീണ്ടും ദൈവവചനം വായിക്കും കാണുന്നത് അല്ലേരിയ ആമീൻ സ്തോത്രം. തനിയെ പ്രാർത്ഥിച്ചാൽ തളർന്നു പോകും, മാത്രമല്ല പിശാച് വിചാരങ്ങളെ ചിതറിപ്പിക്കും. അല്ലേരിയ. ഒരുപക്ഷെ നിങ്ങൾ തനിയെ ഇരുന്ന് പ്രാർത്ഥിച്ചാൽ നിങ്ങൾ തളർന്നു പോകാൻ സാധ്യതയുണ്ട്. ഈ സമയത്ത് പിശാച് പലവിധമായ വിചാരങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ കൊണ്ടുവന്ന് നിങ്ങളെ ചിതറിപ്പിക്കാൻ നോക്കും. അല്ലേരിയ. അപ്പം വചനം പറയുന്നത് എന്താണ്? മത്തായിയുടെ സുവിശേഷം 26:41 വായിക്കുമ്പോൾ ആത്മാവ് ഒരുക്കമുള്ളത് ജഡമോ ബലഹീനം എത്രയെന്നാണ്. അല്ലേരിയ. അപ്പൊ ആത്മാവ് ഒരുക്കമുള്ളത് ജഡം ബലഹീനമാണ്. അല്ലേരിയ. അപ്പൊ ഈ ജഡത്തിനാണ് പിശാച് പോരാടുന്നതെന്ന് പറയുന്നത്. അല്ലേരിയ. ജഡത്തിൽ പിശാച് പോരാട്ടം കൊണ്ടുവരും. ആത്മാവ് അല്ലേരിയ സ്തോത്രം അല്ലേരിയ ആത്മാവ് ഒരുക്കമുള്ളതാണ്. ആത്മാവ് നിങ്ങളെ പ്രാർത്ഥിപ്പാൻ പ്രേരിപ്പിക്കും. ജഡം നിങ്ങളെ ബലഹീനമാക്കും. ജഡത്തിൽ പോരുകൾ വരും. അവിടെ റോമാലേഖനം 8:5 വായിക്കുന്ന ജഡത്തിന്റെ ചിന്ത മരണം, ആത്മാവിന്റെ ചിന്ത ജീവന് സമാധാനം. അപ്പൊ ജഡത്തിന്റെ ചിന്ത മരണമായതുകൊണ്ട് ജഡത്തിൽ വസിക്കുന്നവരെല്ലാം ജഡ സ്വഭാവം കാണിക്കും. അവരുടെ ഉള്ളിൽ ജഡസ്വഭാവം എഴുന്നേൽക്കും. അവർക്ക് ദൈവത്തെ സ്നേഹിക്കാൻ കഴിയത്തില്ല. അവരുടെ ഉള്ളിൽ ആത്മാവിന്റെ പ്രവൃത്തിയില്ല. അതുകൊണ്ടാണ് അവര് ജഡത്തിന്റെ ചിന്ത ചെയ്യുന്നത്. ആ വ്യക്തിയുടെ ജീവിതത്തിന്റെ മരണത്തിന് ഹേതുവായി മാറും. അല്ലേലിയ. ഇവിടെ വചനം പറയുന്നത് ആത്മാവ് ഒരുക്കമുള്ളത് ജഡമോ ബലഹീനം അത്രയെന്ന് മത്തായി 26:41 ശിഷ്യന്മാരുടെ യേശു പറയുന്നത് കേൾക്കാൻ കഴിയും. എന്നാൽ യേശുവിന്റെ കരം പിടിച്ച് അവരോട് ചേർന്ന് പ്രാർത്ഥിച്ചാൽ ഉത്സാഹത്തോടെ തളർന്നു പോകാതെ മണിക്കൂറുകൾ നിങ്ങൾക്ക് ദൈവസ്നേഹത്തിൽ പ്രാർത്ഥിക്കാൻ കഴിയും. രക്തം ചെയ്യും. എങ്ങനെ? യേശുക്രിസ്തുവിന്റെ കരത്തോട് നമ്മുടെ കരങ്ങൾ കോർക്കണം. അല്ലേലിയ. യേശുവിന്റെ കരത്തോട് നമ്മുടെ കരങ്ങൾ കോർക്കുമ്പോൾ, യേശുവിന്റെ രക്തത്താൽ നിറയപ്പെട്ട് കഴിയുമ്പോൾ നമ്മുടെ പ്രാർത്ഥന ജീവിതം വിശാലമായി മാറും. ആരാധന ജീവിതം വിശാലമായി മാറും. കൂട്ടായ്മ ബന്ധം വിശാലമായി മാറും. ആത്മാവ് ഒരുക്കമുള്ളതായി മാറും. ആത്മഭാരം നിങ്ങളുടെ ഉള്ളിൽ വരും. നിങ്ങൾ ദൈവത്തിൽ നിന്ന് കണ്ണുനീരോടെ പ്രാർത്ഥിക്കാൻ തുടങ്ങും. രക്തം ചെയ്യും. അല്ലേലിയ. കാരണം സാത്താൻ തന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ട് നിൽക്കുക നിങ്ങളുടെ കുടുംബത്തെ തകർക്കാൻ. നിന്റെ നന്മയെ മുഴുവൻ അപഹരിച്ചുകൊണ്ടുപോകാൻ, നിന്റെ നന്മയെ മുഴുവൻ തകർത്തുകളെ നിന്റെ കുടുംബത്തെ ഛിന്ന ഭിന്നമാക്കുവാൻ പിശാച് പദ്ധതികൾ ഒരുക്കുമ്പോൾ, അല്ലേലിയ, എന്നെ കേൾക്കുന്ന മാതാവേ പിതാവേ, നീ കർത്താവിന്റെ കരത്തോട് കരച്ചേർത്ത് പിടിക്കണം. നിന്റെ ഭർത്താവിനെ ഒരു മദ്യപാനിയാക്കി മാറ്റുവാൻ, നിന്റെ ഭാര്യ ഒരു മദ്യപാനിയാക്കി മാറ്റുവാൻ, വെറുക്കുത്ത സ്വഭാവത്തിലേക്ക് വിടുവാൻ, ചൂതാട്ടങ്ങളിലേക്ക് കൊണ്ടുപോകാൻ, നിന്റെ തലമുറയെ മദ്യത്തിനും മയക്കുമരുന്നിനും പാനശാലകൾക്ക് അടിമയാക്കി മാറ്റുവാൻ, നിന്റെ കുടുംബത്തിനകത്ത് കണ്ണുനീര് കൊണ്ടുവരാൻ പിശാച് തന്ത്രങ്ങൾ മെനയുമ്പോൾ, അവൻ അതിനുള്ള പദ്ധതിയുമായി വരുന്ന നിങ്ങളെ സ്വാധീനിക്കുമ്പോൾ, നിങ്ങളെ വശീകരിക്കുമ്പോൾ, പ്രലോഭനം തരുമ്പോൾ, നിങ്ങളുടെ ഉള്ളിൽ മോഹം തരുമ്പോൾ നിങ്ങൾ അതിനെ ജയിക്കണമെങ്കിൽ യേശുക്രിസ്തുവിന്റെ കരങ്ങളോട് ചേർത്ത് കരം പിടിച്ച് നിങ്ങൾ ഇന്ന് പ്രാർത്ഥിക്കണം. ലേരിയ. അപ്പൊ യേശുക്രിസ്തുവിന്റെ കരങ്ങളോട് കരം ചേർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഈ ഭൂമിയിലുള്ള സകല അന്ധകാരത്തെ നിങ്ങൾ ജയിക്കാൻ കഴിയും. അല്ലേരിയ. സകല അന്ധകാരത്തെയും. കാരണം ഈ ഭൂമി മുഴുവൻ അന്ധകാരം കൊണ്ട് നിറയപ്പെട്ടിരിക്കുകയാണ്, കൂരിരുൾ കൊണ്ട് നിറയപ്പെട്ടിരിക്കുകയാണ്. അല്ലേരിയ. അതുകൊണ്ട് ഈ ഭൂമിയിൽ അന്ധകാരത്തിന്റെ കൂരിലെ വ്യാപാരം ശക്തമായി പ്രകടമാകുമ്പോൾ അതിന്റെ നടുവിൽ നീ നിന്റെ കുടുംബം തകർന്നു പോകാതെ ഇരിക്കുവാൻ ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തത്തിന്റെ അടുക്കിലേക്ക് വന്ന് യേശുക്രിസ്തുവിന്റെ അരികിലേക്ക് വന്ന് യേശുക്രിസ്തുവിന്റെ കരങ്ങൾ കോർത്ത് പിടിച്ച്, യേശുവിനോട് കരങ്ങൾ കോർത്ത് പിടിച്ച് വിശ്വാസത്തെ നീ പ്രാർത്ഥിച്ചു തുടങ്ങുമ്പോൾ, അല്ലേലിയ, വിശ്വാസത്തെ നീ ദൈവത്തിൽ ആത്മാവ് ഒരുക്കത്തോടെ ഇന്ന് പ്രാർത്ഥിക്കുമ്പോൾ നിനക്ക് നേരെ കടന്നു വരുന്ന സകല ആയുധങ്ങളെ ദൈവം നീക്കിക്കളയും. അല്ലെങ്കിൽ പ്രതികാരം ദൈവത്തിനുള്ളതാകട്ടോ. അത് പ്രതികാരം ദൈവം തന്നെ ചെയ്യും. അല്ലേലിയ സ്തോത്രം.
അപ്പം നമ്മൾ റോമലേഖത്തെ പ്രതികാരം കർത്താവിനുള്ളതാണെന്ന് വായിക്കുന്നത്, യുദ്ധ യഹോവയ്ക്കുള്ളതെന്ന് നമ്മൾ പഴയ നിയമത്തിലൊക്കെ വായിക്കുന്നുണ്ട്. അപ്പം ഞങ്ങൾക്ക് നിങ്ങളോട് യുദ്ധം ചെയ്യാനോ പ്രതികാരം തീർക്കാനോ ഒന്നും സമയമില്ല. ഞങ്ങൾക്കുള്ള സമയം സുവിശേഷം പ്രസംഗിക്കുക എന്നുള്ളതാണ്. ഭാവികളുടെ മാനസാന്തരത്തിന് വേണ്ടി സുവിശേഷം പ്രസംഗിക്കുക. കുടുംബങ്ങൾ അനുഗ്രഹങ്ങൾ ആഗ്രഹിക്കുന്നു, വ്യക്തികൾ അനുഗ്രഹങ്ങൾ ആഗ്രഹിക്കുന്നു. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നിന്റെ കുടുംബത്തിന്റെ നന്മ മാത്രം പ്രതീക്ഷിക്കുന്ന, നിന്റെ കുടുംബത്തിന്റെ അനുഗ്രഹം മാത്രം പ്രതീക്ഷിക്കുന്ന, നിന്റെ തലമുറയുടെ ഉയർച്ച കാണാൻ ആഗ്രഹിക്കുന്ന, നിന്റെ കുടുംബത്തെ അനുഗ്രഹിക്കുന്നത് കാണാൻ ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം ജനമാണ് സുവിശേഷം പ്രസംഗിക്കുന്നവർ. ഹല്ലേലൂയ. സുവിശേഷം പ്രസംഗിക്കുന്നവർ ഒരിക്കലും നിങ്ങളുടെ താഴ്ച കാണാൻ, നിങ്ങളുടെ പരാജയം കാണാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങളെ ഉയർച്ചയിലേക്ക് കൊണ്ടുവരുവാൻ, നിങ്ങളുടെ കഷ്ടതകളെ, നിങ്ങളുടെ സങ്കടങ്ങളെ, നിങ്ങളുടെ ദുഃഖങ്ങളെ ഏറ്റെടുത്ത് അവർ നിങ്ങൾക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുക. ഹല്ലേലൂയ. രക്തം ചെയ്യും. നിങ്ങൾ അനുഗ്രഹിക്കപ്പെടണം. ശാപത്തിന്റെ കെട്ടുകളിൽ, പാപത്തിന്റെ കെട്ടുകളിൽ, ബന്ധനത്തിൽ നിങ്ങൾ വിടിപ്പിക്കപ്പെടണം. ആമിന് ആർക്കും അഴിക്കുവാൻ കഴിയാത്ത വിധത്തിൽ ആഭിചാരത്തിന്റെ കെട്ടുകളും മന്ത്രവാദ ശക്തികളും കൂടോത്തര ക്ഷുദ്രത്തിന്റെ ശക്തികൾ നിന്റെ കുടുംബത്തെ തകർക്കാൻ ശ്രമിക്കുമ്പോൾ അതിൽ നിനക്ക് മോചനം വേണമെങ്കിൽ നീ യേശുവിന്റെ സന്നിധിയിലേക്ക് വരണം. ഹല്ലേലൂയ. യേശുവിനോട് ചേർന്ന് നിന്ന് പ്രാർത്ഥിക്കാം, രക്തം ചെയ്യാം. വീണ്ടും ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ കാണുന്നത്, അപ്പം യേശുവിന്റെ കരം കോർത്ത് പ്രാർത്ഥിക്കും. ദൈവമേ, നിന്റെ ദയ ആമേൻ നൽകിയ സ്തോത്രം ഞങ്ങളെ നിറയ്ക്കണമെന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. അത് നിങ്ങളുടെ ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കണം. ഹല്ലേലൂയ. അപ്പം പ്രാർത്ഥിപ്പാൻ സാധിക്കാത്ത വിധം എന്നുള്ള അന്ധകാരം, പ്രാർത്ഥിപ്പാൻ സാധിക്കാത്തുള്ള അന്ധകാരം നിങ്ങളുടെ മനസ്സിനെ അലട്ടും. അപ്പോൾ നിങ്ങൾ പ്രാർത്ഥനാത്മാവിലും യാചനാത്മാവിലും നിങ്ങൾ നിറയപ്പെട്ടിട്ട് യേശുവിനോട് ചേർന്ന് മുഴങ്കാലും മടക്കുമ്പോൾ, യേശുക്രിസ്തുവിനോട് ചേർന്ന് നിങ്ങൾ ഭവനത്തിനകത്ത് നിങ്ങൾ ഇരിക്കുന്ന സാഹചര്യത്തിൽ കടന്നു പോകുന്ന മേഖലയിൽ നിങ്ങൾ മുഴങ്കാലും മടക്കി പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയ്ക്ക് വലിയ ശക്തിയുണ്ട്. ഹല്ലേലൂയ. പ്രാർത്ഥനയ്ക്ക് വലിയ ശക്തിയുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന വിശ്വസിച്ചിരിക്കുക, നിങ്ങൾ യേശുവിനോട് ചേർന്നിരിക്കണം. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥനയിൽ നിങ്ങൾ നിറയപ്പെടണം. ഹല്ലേലൂയ. വചനം പറഞ്ഞു, ഞാൻ ദാവീദ് ഗൃഹത്തിന്മേലും യെരൂശലേം നിവാസികളുടെ മേലും കൃപയുടെ യാതനകളുടെ ആത്മാവിനെ പകരുമെന്ന് സക്കറിയ പ്രവാചകന്റെ പുസ്തകം 12:10 വായിക്കുന്നു. നമുക്ക് ഭാഗം ചിന്തിക്കാൻ സമയമില്ലാത്തത് കൊണ്ട് അടുത്ത ദിവസം നമ്മൾ വീണ്ടും ആ ഭാഗത്തിലേക്ക് കയറി വരുന്നുണ്ട്. ഇത് പകരം ഞാൻ നിങ്ങളോട് ശക്തമായിട്ട് പറയട്ടെ. ഹല്ലേലൂയ. ഹാബീലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന യേശുവിന്റെ രക്തത്താൽ നിങ്ങൾ വീണ്ടെടുക്കപ്പെടണം. ഹല്ലേലൂയ. ഹാബീലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന യേശുവിന്റെ പുണ്യാഗ്രഹത്താൽ നിങ്ങൾ, നിങ്ങളുടെ കുടുംബവും, നിങ്ങൾ, നിങ്ങളുടെ മക്കളും ശുദ്ധീകരിക്കപ്പെടണം. ഹല്ലേലൂയ. ഇന്ന് നിങ്ങളുടെ കുടുംബത്തെ പാപവും ശാപവും രോഗവും ബന്ധനവും അലട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഉയരുവാൻ കഴിയാതെ, ഉയർച്ച പ്രാപിക്കാൻ കഴിയാതെ, നന്മ പ്രാപിക്കാൻ കഴിയാതെ, പ്രാർത്ഥിക്കാൻ കഴിയാതെ, ആരാധിക്കാൻ കഴിയാതെ, കൂട്ടായ്മ പോകാൻ കഴിയാതെ, പിന്മാറ്റത്തിന് അനുഭവത്തിലേക്ക് നിങ്ങളെ കൊണ്ടുപോയി ഈ ലോകത്തിന്റെ മലിനതയിൽ നിങ്ങളെ പിശാച് ചാടിക്കുമ്പോൾ അതിനകത്ത് നിങ്ങൾ വീണ് നിങ്ങളുടെ ജീവിതം നഷ്ടപ്പെടുത്തി കളയാതെ, നിങ്ങളുടെ മരണാനന്തരങ്ങളുടെ ആത്മാവ് നിത്യമായി നരകത്തിലേക്ക് പോകാതെ നിങ്ങൾ യേശുക്രിസ്തു വിശ്വസിച്ചുകൊണ്ട്, ഹല്ലേലൂയ, ആ പുണ്യാഗ്രഹത്താൽ നിങ്ങൾ വീണ്ടെടുക്കപ്പെട്ട് നിങ്ങൾ ഒരു പ്രാർത്ഥന പോരാളിയായി മാറണം, ഒരു പ്രാർത്ഥന വീരനായി മാറണം. നിന്റെ കുടുംബത്തെ ദൈവം അനുഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന സ്നേഹിത, നിന്റെ ജീവിതത്തിലെ കണ്ണുനീര്, ദുഃഖങ്ങൾ, പ്രയാസങ്ങൾ മാറുവാൻ, നീ കടന്നു പോകുന്ന ഭാരങ്ങളും പ്രതിസന്ധികളും മാറുവാൻ, എന്റെ കടങ്ങൾ, ബാധ്യതകളുടെ മഹാവ്യാധികൾ മാറുവാൻ, എന്റെ കുടുംബത്തിനകത്തെ അസ്വസ്ഥത മാറുവാൻ നീ ആഗ്രഹിക്കുന്നെങ്കിൽ ഇന്ന് പകൽ യേശുവിന് വേണ്ടി നിന്റെ ഹൃദയം വിട്ടുകൊടുക്കണം. ഹല്ലേലൂയ. കർത്താവോട് പറയാം, കർത്താവേ, ഹാബീലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഗ്രഹത്താൽ എന്നെ ഒന്ന് നിറയ്ക്കണമേ. അങ്ങയുടെ രക്തത്തിനകത്ത് ക്ഷമയുണ്ട്, സ്നേഹമുണ്ട്, വാത്സല്യമുണ്ട്, കരുതലുണ്ട്, മനസ്സരിവുണ്ട്. എന്നാൽ ഹാബീലിന്റെ രക്തം പ്രതികാരത്തിന് നിലവിളിക്കുമ്പോൾ, യേശുവേ, അങ്ങയുടെ രക്തം ക്ഷമയ്ക്ക് വേണ്ടി തന്നെ മുമ്പിൽ നിനക്ക് ജനത്തെ നോക്കി അങ്ങ് പറഞ്ഞല്ലോ, പിതാവ്, ഇവർ ചെയ്യുന്നത് എന്തെന്നറിയാമെങ്കിൽ ഇവരോട് ക്ഷമിക്കണമേ എന്ന് ആ നിലവിളിയിൽ ഉയർന്ന ആ ദൈവിക ക്ഷമ, അങ്ങയുടെ രക്തത്തിൽ അടങ്ങിയിരിക്കുന്ന ക്ഷമയുടെ അനുഭവത്താൽ എന്റെ കുടുംബത്തെ നിറയ്ക്കണമേ എന്ന് പറഞ്ഞ് നിങ്ങൾ പ്രാർത്ഥിക്കുന്നെങ്കിൽ, സമർപ്പിക്കുന്നെങ്കിൽ ഇന്ന് പകൽ യേശു നിന്റെ ജീവിതത്തിൽ അത്ഭുതം ചെയ്യും. കണ്ണുകൾ അടച്ചാട്ട്. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന സകല ജനത്തെ ഞങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അപ്പ കേരളത്തിലെ 3,46 ലക്ഷം ജനങ്ങൾ തലമുറകൾ എണ്ണത്തിപ്പെടാത്ത 446 വില്ലേജുകൾക്കകത്ത് പാർക്കുന്ന സകല ജനത്തെയും, സകല ഫറാദിമാരെയും, ന്യായമാരും, എല്ലാ ക്രമസമാധാന പാലകരെയും, സകല ജനത്തെ ഞങ്ങൾ ഏൽപ്പിക്കുന്നു. ഞങ്ങളുടെ ഭാരതത്തിന് 21 140 കോടി ജനം കർത്താവ്, ലോകരാജ്യങ്ങൾ 7 ഭൂഖണ്ഡങ്ങൾ, തെക്കേ അമേരിക്ക, വടക്കേ യൂറോപ്പ്, ഏഷ്യ, ആഫ്രിക്ക, ഓസ്ട്രേലിയ, അന്റാർട്ടിക് രാജ്യങ്ങൾക്കായി 800 കോടി ജനത്തിന്റെ ഉള്ളിൽ ക്ഷമയുടെ ആത്മാവിനെ കൊടുക്കണമേ. ഹാബീലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഗ്രഹത്താൽ ജനം നിറയപ്പെടുവാൻ, ശൈശവത്തിലും ബാല്യത്തിലും കൗമാര യൗവനത്തിലും വാർത്തയിലും രാനുവൃത്തിലും അസമയ യാചക ഓർഫനേജ് ഓൾട്ടൻ ജോലി തടവറയിലായിരിക്കുന്ന ജനത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന. ഹല്ലേലൂയ. കണ്ണുനീരിന്റെ രോഗത്തിന്റെ, പാപത്തിന്റെ, ശാപത്തിന്റെ വ്യാധിയിലൂടെ കടന്നു പോകുന്നവർ, വിചാര മന്ത്രവാദ
ദുർശക്തികൾക്ക് വിധേയമായി ജീവിക്കുന്നവർ, ഹല്ലേലൂയ, മഹാവ്യാധിയാലും കർത്താവ് മദ്യത്തിനും മയക്കുവിനും പാനം ലഹരി പദാർത്ഥം അടിമപ്പെട്ട് കിടക്കുന്ന ജീവിതങ്ങളിലെ ഇവിടത്തിന് വേണ്ടി ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. കർത്താവിനെ സ്തോത്രക്കാരെ, കർത്താവിനെ രാജകുമാർ, രാജ്യമാർ, പ്രധാനമന്ത്രി, പ്രസിഡന്റ്, ഗവർണർ, പട്ടാള മേധാവികൾ, ഗോത്രങ്ങൾ, ദ്വീപുകളെ, ആദിവാസികൾ, ട്രൈബൽ മേഖലയെ ഭരിക്കുന്നവരെ, അവിടെ ആയിരിക്കുന്ന ജനത്തിനാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുക. കരയിലും കടലും ആകാശമാർഗം വാഹനം ഓടിക്കുന്ന വാഹനത്തിൽ യാത്രയിൽ സഞ്ചാരികൾ, വാഹന നിർമ്മാതാക്കൾ, സെയിൽസ് ചെയ്യുന്നവരെ, കർത്താവ് സമുദ്രത്തിൽ ജീവിക്കുന്നവർ, കർത്താവ് കടലൂടെ വാസികൾ, തീരവാസികളെ, മത്സ്യബന്ധനെ കടന്നുപോയിരിക്കുന്നവർ, ഹല്ലേലൂയ, സ്തോത്രം. കർത്താവ് സമുദ്രത്തിൽ ആഴങ്ങളിൽ, കരികളിൽ, കമ്പനിയിൽ, ഫാക്ടറിയിൽ ജോലി ചെയ്യുന്നവർ, വലുതും ചെറുതുമായ എല്ലാ വ്യാപാരികളും, വ്യവസായികളും, വഴിയോര കച്ചവടക്കാരെ, എല്ലാ കൺസ്ട്രക്ഷൻ മേഖലയും, മെക്കാനിക്, മോട്ടോർ രംഗത്ത്, യൂണിയൻ രംഗത്ത്, കർത്താവ് എല്ലാ കൺസ്ട്രക്ഷൻ മേഖലയും, എല്ലാ ടാക്സി ഓർഡർ ഡ്രൈവേഴ്സിനെ ഓർത്ത് പ്രാർത്ഥിക്കും. സഹകരണ മേഖല, പൊതുമേഖല, ആരോഗ്യ മേഖല, വിദ്യാഭ്യാസം, സാമ്പത്തിക മേഖല, പൊതുമേഖലാമത്ത്, വല്ല ബാങ്കിങ് മേഖലയും, വിദ്യാഭ്യാസ വകുപ്പ്, എല്ലാ മേഖലയിലും ദൈവത്തിന്റെ നീതി വെളുപ്പൻ സയന്റിസ്റ്റുകൾ, എഞ്ചിനീയർമാർ, മത നേതാക്കന്മാർ, മത സാമൂഹിക സാംസ്കാരിക സംഘടനാ രംഗത്ത് നിൽക്കുന്ന, ചരിത്രമാധ്യ മീഡിയ രംഗത്ത് നിൽക്കുന്നവർ എല്ലാവരും ഞങ്ങൾ ദൈവരംഗം ഏൽപ്പിക്കുന്നു. വിദേശ രാജ്യങ്ങൾ ജോലിക്കായി കടന്നുപോയി പഠിക്കുന്നവർ, അവിടെ താമസിക്കുന്നവർ, ദേശരാജ്യത്ത് പോയി കഷ്ടം സഹിക്കുന്നവർ, ഹല്ലേലൂയ, നാട്ടിലേക്ക് വരാൻ കഴിയാതെ പാലിപ്പെടാൻ വിസ നഷ്ടപ്പെട്ട, വിസയുടെ കാലാവധി കഴിഞ്ഞവർ, പാസ്പോർട്ട് നഷ്ടപ്പെട്ടവർ, വിദേശ രാജ്യത്ത് മണ്ഡലത്തിൽ കഷ്ടം സഹിക്കുന്നത്, സാലറി കിട്ടാതെ ഭാരപ്പെടുന്നവർ, ദേശരാജ്യ ജോലിക്ക് പോയി പീഡ അനുഭവിക്കേണ്ട സഹോദരങ്ങളെ ഓർക്കുന്നു. എല്ലാവർക്കും വിടുതലും മോചനം കൊടുക്കണമേ പ്രാർത്ഥിക്കുന്നു. പഠിച്ചിരിക്കുന്ന കുഞ്ഞുങ്ങളെല്ലാം ഓർത്ത് തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ ലോകത്തിന്റെ മാലിന്യങ്ങൾ വിട്ടു പോകട്ടെയാകരുത്. മദ്യരോഗികൾക്കും മയക്കുമരുന്ന് രോഗികൾക്കും മനസ്സാന്തരം കൊടുക്കും. തലമുറയെ നശിപ്പിക്കുന്ന സകല സാത്താന്യ ശക്തികളെയും ദൈവം സന്ദർശിക്കണമേ പ്രാർത്ഥിക്കുന്നപ്പ. ഈ ജനത്തിനുള്ളിൽ പ്രതികാരത്തിന്റെ മനോഭാവം മാറി, പ്രതികാരത്തിന്റെ രക്തം മാറി, ഹാബീലിന്റെ രക്തത്തെക്കാൾ ഗുണകരായി സംസാരിക്കുക പുണ്യാഹരക്തമായിരിക്കുന്ന യേശുവിന്റെ രക്തത്താൽ ജനം വീണ്ടെടുക്കപ്പെടുവാൻ, യേശുവിന്റെ അരികിലേക്ക് ജനം കടന്നു വരുവാൻ ഈ ജനത്തെ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സകല പാപഭഗ്രമായ ജീവിതം വിടുവിക്കണം. കുടുംബം അനുഗ്രഹിക്കും, കുടുംബ ജീവിതം അനുഗ്രഹിക്കട്ടെ, തലമുറകൾ അനുഗ്രഹിക്കപ്പെടട്ടെ, മാതാപിതാക്കൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ഇന്ന് പകൽ സകല ജനത്തെയും അനുഗ്രഹിക്കണം, സകല ഭാഗത്വം കെടുക്കണമേ. ദൈവത്തിന്റെ ദാസിദാസന്മാർ, സുവിശേഷ പ്രസംഗ ദൈവദാസന്മാർ, അവരായിരിക്കുന്ന സ്ഥാനങ്ങളിലെല്ലാം സൂക്ഷിക്കണം. തടവറയിലായിരിക്കുന്ന ദൈവമക്കൾ അവരെ വിടുവിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സകല ജനത്തെ അനുഗ്രഹിക്കണം. യേശു കർത്താവിന്റെ വലിയ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ.